സ്മോക്കിംഗ് ഇസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. Consumption and trafficking of narcotic drugs and psychotropic substances is prohibited in law and punishable with rigorous imprisonment and fine. وجهك والله حجتنا يوم يأتي الناس بالحجج. പഠിച്ചവനെ, ഞങ്ങളിൽ നിന്നും അള്ളാഹുവിലേക്ക് യാത്രയായ സഹോദരന്റെ കബറിനെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടണേ നാഥാ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഈ മജ്ലിസിൽ നിന്നും ഞങ്ങൾ ദുആ ചെയ്യുന്ന ദുആ കബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ നാഥാ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ.
മോളെ ഹാഷിർ എവിടെ? ഹാഷിർ നല്ല വേണം. എടാ ആരാ നീ നോക്കിക്കോ, എനിക്ക് എന്തായാലും അനിയനായിരിക്കും. എനിക്കും അതെ. ബെറ്ററുണ്ടാ? ആ ഉണ്ട്. എന്തായാലും എന്റെ അനിയനായിരിക്കും കാണാനായിട്ട് പോലും. എന്താ എന്റെ അനിയനെ പോലെ ഇരിക്കല്ലോ. പോടാ. നമുക്ക് വേഗം ആശുപത്രിയിൽ എത്താം. പേടിക്കണ്ട നോക്കിയാ. അസ്സലാമു അലൈക്കും. ഒരു കുഴപ്പമില്ല. ഓ കെട്ടിപ്പിടിച്ച് ഉമ്മയും വെച്ചോണ്ട് നിൽക്കാതെ പെണ്ണിനെ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുവന്ന് നോക്കാം. ഇത്തിരി വേദനെടുത്താലും സുഖപ്രസവമല്ലേ നല്ലത്? ആ എന്നാ പിന്നെ ഉസ്താദ് പോയി പ്രസവിക്കും. വണ്ടി വേഗം വിട്. മക്കളെ വിഷമിക്കണ്ട, അവര് പൊന്നുപോലൊരു കുഞ്ഞാവെ കൊണ്ടുവരും. ഡാ അനിയനായിരിക്കോ? പിന്നെ എനിക്ക് ഉറപ്പായിട്ടും അനിയനായിരിക്കും. എന്റെ ഉമ്മച്ചിക്ക് വേദന വരുന്നില്ലല്ലോ. എന്താടാ ഉമ്മച്ചിക്ക് വേദന വരുന്നില്ലേ? ഉമ്മ ഉറങ്ങിയോ? എന്താടാ ഉമ്മക്ക് വേദന എടുക്കുന്നില്ലേ? നിനക്ക് കുറച്ച് വേദന വേണോ? അയ്യോ വേണ്ട വേണ്ടേ. എന്നാ പിന്നെ മിണ്ടാതെ ഉറങ്ങും. ഉമ്മക്ക് വേദന വരുന്നില്ലേ? നിനക്ക് എന്താടാ ഹാഷി? നീ എനിക്ക് വേദന പറഞ്ഞത് കാണാൻ നിൽക്കുവാണോ? എന്നാ കഴി, എനിക്ക് വേറെ പണിയുണ്ട്. ഉമ്മച്ചിക്ക് വേദന വന്ന്. ഹലോ എടാ ഹലോ, ഉമ്മച്ചിക്ക് വേദന വന്നടാ. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ആഷിറേ, ഇനിയിപ്പോ കളിക്കാൻ കൂട്ടിട്ട് ആളും കൂടെ ആയല്ലോ. നീയാ ഇനി മെയിൻ. മോളെ കണ്ട ഉമ്മയും പാപ്പയും പറിച്ചു വെച്ചേക്കുവാ. പിന്നെ അവനെ കണ്ട ഉപ്പൂപ്പയുടെ താനേ സ്വരൂപമാ. എന്താ റബ്ബേ, ആ സ്വഭാവം കിട്ടാതിരുന്നാ മതിയായിരുന്നു. ഇത് ഉമ്മച്ചി കൊടുക്കാൻ പറഞ്ഞേ. വാടാ എന്റെ അനിയനെ കാണാം. ഞാനില്ല. അതെന്താടാ? എനിക്ക് അനിയനില്ലല്ലോ, അനിയത്തിയല്ലേ. അനിയനാണ് കളിക്കാൻ ഒരു കൂട്ടായനെ. അതിനെന്താടാ, നിനക്ക് എന്റെ അനിയന്റെ കൂടെ കളിക്കാൻ പറ്റുമല്ലോ. എന്നാലും എന്റെ അനിയനായില്ലല്ലോ. നീ വിഷമിക്കണ്ടടാ, എന്റെ അനിയനെ കൊണ്ട് നിന്റെ അനിയത്തെ നിക്കാഹ് ഒപ്പിക്കാം. അതാവുമ്പോ നിനക്ക് അനിയനാവുമല്ലോ. ആ അത് കൊള്ളാം. എന്നാ വാ. എന്റെ അനിയത്തെ പക്ഷെ ഒരു പോലീസുകാരനെ കൊണ്ട് നിക്കാഹ് കഴിപ്പിക്കത്തുള്ളൂ. നീ അവന്റെ മുഖത്തോട്ടം നോക്കിക്കേ, ഒരു പോലീസിന്റെ ലുക്ക് ഇല്ലേ? കണ്ടാ? എന്റെ ഉമ്മപ്പ എന്നെ തീരെ നോക്കാറ് പോലും ഇല്ല. ഫുൾ ടൈം അഷ്ണയുടെ പുറകെ. പക്ഷെ എന്റെ ആളെങ്ങനല്ല, ഉമ്മാക്ക് എന്നെ ഭയങ്കര കാര്യമാണ്. നീല വീട്ടിലെ മെയിൻ. ഉമ്മാക്ക് ഞാൻ എപ്പോഴും അടുത്ത് വേണം, എപ്പോഴും വിളിച്ചോണ്ടിരിക്കും. എപ്പോഴും എപ്പോഴും. എടാ ഹാഷി, നിനക്കു ചമഞ്ഞാടാനായി വളമായി ഞാൻ മാറിയിടാം. ഇലപ്പനോ അകലെ പുഴുകളോ മണ്ടരിയോ കളകളിൽ നിന്ന് അകലെ. ഉമ്മ എന്തിനാ എപ്പോഴും വിളിക്കുന്നേ? ഹാഷി വാവയുടെ കളിപ്പാട്ട് എടുത്തോണ്ടോന്നേ. വാവയുടെ തുണി പുറത്തുണ്ട്, എടുത്തിട്ട് വാ. എടാ ഹാഷി, ആ മോട്ടറിന്റെ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യടാ. ആ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തേടാ. എടാ ഹാഷി,
വർണ്ണങ്ങളായി നീ പടര് വാനില ചെടിയേ വാനില ചെടിയേ ചെറുക്കനെ കൊണ്ട് നാശിക്കുട്ടി കുളിക്കാണ്. ഉമ്മയുടെ നാച്ചു നാച്ചു തണുക്കണ്ട. എടാ തോർത്തിങ് എടുത്തോണ്ട് വന്നേടാ. പോയി എടുത്തോണ്ട് വേണം. കുറച്ച് എന്നാ മതി, അല്ലെങ്കിലേ തടിച്ചിട്ടാ. എടാ ഹാഷി ഇങ്ങോട്ട് വന്നേടാ. അതെ വരുവാ. നാശിക്കുട്ടി സുന്ദരനായല്ലോ. നല്ല കുട്ടിയായിട്ട് പോയിട്ട് വരണേ. കരയല്ലേ? ഇല്ല. ഇന്നാടാ പോയിട്ട് വരണേ. വാ പോവാ. ചേച്ചാ എടാ ഹാഷിടെ ചോറ്റുപാത്രം എവിടെയാടാ? അതാ ബാഗിലുണ്ടാവും. എടാ നിന്റെ അല്ലേ നാശിയുടെ? എനിക്കെങ്ങനെ അറിയാനാ? അവനോട് പോയി ചോദിക്ക്. എടാ അവൻ കൊച്ചല്ലേ, ഇതൊക്കെ നീ വേണ്ടേ നോക്കാൻ? പോയി എവിടെന്നാന്ന് വെച്ചാൽ ചോറ്റുപാത്രം എടുത്തോണ്ട് വാ. പറഞ്ഞിട്ട് വല്ല മൈൻഡ് ഉണ്ടോ നോക്കിയേ. ഇത്ര അഹങ്കാരം ഉണ്ടോ പിള്ളേർക്ക്? നിന്റെ അടുത്തല്ലേടാ പറയുന്നത്? എനിക്കറിഞ്ഞൂടെന്ന്. ഇനി പാത്രം കൊണ്ടുവന്നിട്ട് നീ മീന് തീറ്റ കൊടുത്താ മതി. അവന്റെ ഒരു മീനെ തീറ്റിക്കല്. അവനത് ഇവിടെ കൊണ്ടേ കളഞ്ഞ്. അവന്റെ ക്ലാസ് ഇരിപ്പുണ്ടാവും. അതെടുത്ത് കൊടുക്കാണ്ട് ഉമ്മച്ചി ഫിഷ് ഫുഡ് തരില്ലടാ. അന്ന ഇപ്പൊ പോയി എടുത്താ പോരെ? ഈ രാത്രി ഞാൻ ഒറ്റയ്ക്കാ. എടാ ഞാനും വരാ. നീ വരൂ? ഞാനല്ലാതെ പിന്നെ ആര്? വാ. എടാ പേടിയാവണ്ട. ഇത് നമ്മുടെ സ്കൂൾ തന്നെ. പകലിങ്ങനെയല്ലല്ലോ. അല്ല നമുക്ക് തിരിച്ചു പോയാലോ? എടാ നീ ഒന്ന് വന്നേ. ഇതിലേതാടാ എൻ്റെ ക്ലാസ്? ഇതാ എൻ്റെ ക്ലാസ്. ആഹാ ഇതിപ്പോ എവിടെന്ന് കിട്ടി? അതല്ല എൻ്റെ കയ്യിലായി പോയി. ഇതങ്ങ് വെച്ചിട്ട് ഫിഷ് ഫുഡ് ഇങ്ങ് എടുത്താ. ആദ്യം നീ അതുകൊണ്ട് കഴുകി വെക്കുക, എന്നിട്ട് തരാം നിന്റെ മീന്റെ തീറ്റയൊക്കെ. മീന്റെ തീറ്റയാണോ നോക്കണേ? ആ അത് ഞാൻ മൊത്തം കൊടുത്തല്ലോ. മൊത്തം ഇട്ടെടുത്താ? ആ അത് നേരത്തെ ഒന്നും കഴിച്ചില്ലല്ലോ. മൊത്തം കൂടി ഇട്ടെടുത്താ ചത്താവൂലേ? ഉമ്മ ഒരു 120 രൂപ പറഞ്ഞേ. ഫിഷ് ഫുഡ് തീർന്ന്. ഇവിടെ പുട്ടോടി മാറിയിട്ട് വരാ. കുട്ടീന്റെ വാപ്പാ കൊണ്ട് വരാ. എന്തോന്ന്? എന്ത് മീൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നീ നിനക്കറിയുന്ന കാര്യത്തെ അഭിപ്രായം പറഞ്ഞാൽ കേട്ടാ. ഡോ ഞാനും കുറെ മീനുണ്ടാക്കിയിട്ടുള്ളതാണ്. അല്ല നിന്റെ കടുവിന്റെ അത്രയുള്ള ഗപ്പിയൊന്നും അല്ല. ഓ നീ ഇത്രയുള്ള കൊമ്പസാനം വളർത്തിയൊന്ന് പോടേ.
മരിച്ചു വാപ്പേ പറഞ്ഞു പിന്നെ എന്റെ മീനെ പറഞ്ഞിട്ടല്ലേ ഒരു സൗകര്യം തരൂലല്ലേ ഈ പിള്ളേര്. അതൊക്കെ ആശ്രയ അലനും ഒരൊച്ച പോലും പുറത്ത് കേൾക്കൂലല്ലോ. എന്റെ ഷർട്ട് കടിച്ചു കയറിയവള്. നിങ്ങളൊന്നും കാണുന്നില്ല ഉമ്മ എന്നെ കടിച്ചു കയറുന്നത്. ആശ്ര നിന്റെ ഷർട്ട് ആണോ എനിക്ക് തരാൻ? അവളെന്നെ ഇപ്പൊ തിരിഞ്ഞു നോക്കും. നോക്കിയോ നീ കിടന്ന് അലറിയ പോലെ അവളെ തിരിഞ്ഞു നോക്കത്തില്ല ആശ്രയ. തിരിഞ്ഞു നോക്കാൻ വേണ്ടി മാത്രം എന്ത് ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ള? അവളെ നോക്കുന്ന 150 ആളുകൾ ഒരാൾ മാത്രമാണ് നീ. ഒരാൾ അത് നിനക്കറിയാം. 150 പേര്. എന്റെ നിർഗുണമേ, അതൊരു അതിശോക്തി പറഞ്ഞ് അതിക്കരെ പിടിക്കല്ലേ ആശ്രയ. അവള് നിന്നെ നോക്കാൻ വേണ്ടി മാത്രം എന്തെങ്കിലും കഴിവുണ്ടോ? എന്തെങ്കിലും ഒരു കഴിവ്? നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളൊക്കെ പുറത്തെടുത്ത് അത് വികസിപ്പിച്ച് ആർജവമുള്ള ഒരു യുവജനതയായി നിങ്ങൾ മാറണം. നമ്മുടെ പ്രിയങ്കരനായ അബ്ദുൽ കലാം സാർ പറഞ്ഞതുപോലെ നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം. ഹട്ടിലൊട്ടിയ ജല്ലല്ലേ, റോസ് വാട്ടർ സ്മെല്ലല്ലേ, മുത്ത് കായ്ക്കണ ഷല്ലല്ലേ, അല്ലേ അല്ലേ. ഹാർട്ട് ബീറ്റിന് ഡ്രമല്ലേ, വീണ് കിട്ടിയ ജമ്മല്ലേ, ഡിസ്നി തോറ്റൊരു ബൊമ്മല്ലേ, അല്ലേ അല്ലേ. സറണ്ടറായി മനസ്സ്, നിരന്തരം നീ തപസ്, കുലുങ്ങലായി കൊലുസ്, മൃദംഗമായി ഞാൻ അനുരാധ. ആശ്രയ നീ ഇങ്ങനെ പാമ്പ് ഇണഞ്ഞിരുന്നെങ്കിൽ നിൽക്കാതെ പോയി ഇഷ്ടമാണെന്ന് പറയടാ. അല്ലേ ഞാൻ എങ്ങനെയാ ഒറ്റയ്ക്ക് പോയി ഇഷ്ടം എന്ന് പറയുന്ന? ഒറ്റയ്ക്കാ? ഓ എടാ ഞാനില്ലേ. കണ്ടോ അല്ലേ? വേണ്ട, ശരിയാവൂല. നല്ല അവസരം ക്ലൈമറ്റ് ശരിയല്ല, അതുപോലെ എന്റെ മൂടി ശരിയല്ല. നല്ല തണുത്ത ക്ലൈമറ്റ് പോടാ. അളിയ നീ എന്നെ ഒറ്റയ്ക്കാക്കി എന്റെ കൂടെ വന്നാണ്. അതൊക്കെ പിന്നെ നടക്കും. ചിരിച്ചതല്ലേ, വോൾക്കനോ തിളച്ചതല്ലേ, നീ ഓക്കേ സൊല്ലേടി. അടബൊമ്മാലേ അടബൊമ്മാലേ, ഫെയറി ടെയിലിൻ പ്ലോട്ടിവളേ, അടബൊമ്മാലേ അടബൊമ്മാലേ, ഫീൽ ഗുഡിൽ ഞാൻ തീർക്കാം ക്ലൈമാക്സ്. എന്താ സാറേ? എടാ നിനക്ക് ഇഷ്ടമാണെന്നെങ്ങനെ അവൾ അറിഞ്ഞോണ്ടല്ലേ അവള് സ്പോട്ടിൽ ആത്മഹത്യ ചെയ്യും. അത് വേണോ നിനക്ക്? അതുകൊണ്ട് പറ്റാത്ത പണിക്ക് എന്റെ മോൻ പോവണ്ട. അവൾ താരിഷ്ടമാണെന്ന് പറഞ്ഞാലും അവൾ അപ്പൊ പോയി ഓഫീസിൽ പറയുന്നുണ്ട് കേട്ടാ. അത് മാത്രമല്ല അളിയാ, അവളെ ചേട്ടന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഇടി ഇടിക്കുന്നില്ല, ഇടിച്ച് മെഴിയിപ്പിക്കും. നീ കണ്ടോ? കണ്ടിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. സത്യം. ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഇടി വിളുന്ന നീ എന്റെ കൂടെ കാണത്തില്ലേ? ഈ ഇടിക്കേസിലൊക്കെ ഞാൻ വേണോ ആശ്രേ? അല്ലെങ്കിൽ എപ്പോഴും ഞാൻ കൂടെ കാണുന്നല്ലേ പറയുന്ന? ഞാൻ അല്ലാതെ പിന്നെ ആരടാ? ഇത് കിട്ടാനാ പടച്ചതല്ലേ, ചിരിച്ചതല്ലേ, വോൾക്കനോ തിളച്ചതല്ലേ, നീ ഓക്കേ സൊല്ലേടി. അടബൊമ്മാലേ അടബൊമ്മാലേ, ഫെയറി ടെയിലിൻ പ്ലോട്ടിവളേ, അടബൊമ്മാലേ അടബൊമ്മാലേ, ഫീൽ ഗുഡിൽ ഞാൻ തീർക്കാം ക്ലൈമാക്സ്. കുറച്ച് പ്രധാനപ്പെട്ട അറിയിപ്പുകളുണ്ട്. ഹയർ സെക്കൻഡറി ബ്ലോക്കിലെ കുറച്ച് കുട്ടികൾ
ബ്രേക്കിന് ശേഷവും വരാന്തയിലും ഗ്രൗണ്ടിലും ഒക്കെ കറങ്ങി നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ ഉണ്ടായാൽ കർശനമായ നടപടി സ്വീകരിക്കുന്നതായിരിക്കും. റൊമാൻറ്റിക് നോട്ടായിരിക്കും അല്ലേ? എന്നാ അതല്ല, നീ ഇങ്ങനെ അവളെ നോക്കിക്കൊണ്ടിരുന്ന നിന്നെ അവളെ നോക്കത്ത് പോലും ഇല്ല. അവക്ക് പറ്റിയ പയ്യനല്ല നീ. പ്ലീസ് സ്റ്റോപ്പ്. ഓക്കേ, ഡോണ്ട് റിപ്പീറ്റ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ സൗഹൃദം ഉണ്ടാവുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ചില സൗഹൃദങ്ങൾ അതിര് വിടുന്നതായിട്ട് ടീച്ചേഴ്സിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആരും പാളം വെക്കണ്ട. അജിനെ, ഇതാടാ നിന്റെ ലൈനല്ലേ കൊണ്ടുപോണ്? ഇനിയിപ്പോ എന്തെയ്യോടാ? അതിപ്പോ ഞാനും കൂടെ വീഴട്ടാ. എന്തിന്? അപ്പൊ നിങ്ങൾ എന്നെ അവളടുത്തോണ്ട് ഇരുത്തിയാ മതി. അതാണ് എന്നാ ഈ വീണു. 1 2 3. അജിൻ തലടങ്ങി വീട്. എവിടെയാടാ തടവുന്ന? ഞാൻ ജംഗു കാർമിലൊക്കെ ഉണ്ടെന്ന് പറയണേ. പ്രതിജ്ഞ. ഇന്ത്യ എന്റെ രാജ്യമാണ്. വെള്ളം കുടിച്ചോ? ഇല്ല വെള്ളം കുടിച്ചോ. ഞാൻ അജിൻ. തരില്ല. ആക്ച്വലി ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. പിന്നെ ഇന്ന് എന്ത് പറ്റിയ എന്തോ. ഞാൻ ജീവിതത്തിൽ 2 തവണ വീണിട്ടുള്ളൂ. ഒന്നിപ്പോ അസംബ്ലിയിലും, പിന്നൊന്ന് ആഷ്ന 2 പെൻസിലുണ്ടോ? താങ്ക്സ്. ആഷ്ന 2 പേനയുണ്ടോ? 2 പ്രൊട്ടക്ടർ ഉണ്ടോ? ആഷ്നെ 2 കൊടയുണ്ടോ? ആഷ്ന 2 മൺവട്ടി ഉണ്ടോ? 2 പൊരിച്ചമീനുണ്ടോ? 2 ചേട്ടന്മാരുണ്ട്. വേണോടാ? വേണ്ട, എനിക്ക് ഒരെണ്ണം ഉണ്ട്. എവിടെ പോണോ? എന്താ നീ ആഷ്നയോടെ കിടന്ന് കാലം തറ ഉറക്കില്ലല്ലോടാ. എന്റെ പെങ്ങളെ നീയൊക്കെ 2 A ഡിവിഷനിൽ പഠിക്കുന്ന അജിനെ പിടിച്ച് അടിച്ചാ? ഓ, അവൻ 2 ചോദിച്ചു 2 കൊടുത്ത്. എന്ത്? അവൻ ആരാന്നറിയോ? അവനാരായാലും നമുക്കെന്ത്? നിനക്കൊക്കെ അവന്റെ ചേട്ടൻ ആരാന്നറിയോ? അവന്റെ ചേട്ടൻ ആരാ? സിനിമ അറിഞ്ഞ? അതൊക്കെ പോട്ട്, അവന്റെ ചേട്ടന്റെ കൂട്ടുകാരൻ ആരാന്നറിയോ? തീർന്നടാ, നീയൊക്കെ തീർന്നു. ആരവൻ അടിച്ചത്? എന്റെ പെങ്ങളെ പറയണ ഇനി അടിക്കും ഞാൻ അവനാ. ആണോടാ? ഇല്ലെണ്ണ, സത്യമായിട്ട് എനിക്ക് അവളെ അറിയത്തൊന്നുമില്ല. അണ്ണനാണ് സത്യം. നീയൊക്കെ ഇവിടെ കൊണ്ട് നിർത്തിക്കോ. ഇനി അവനെ തൊട്ടാ നീ എന്തിനാടാ നോക്കിക്കോ? അടിയണ്ണോ തൊട്ട് നോക്കണ അപ്പ അറിയാ. എന്നാ തൊടും. തൊടേണ്ട, തൊടാ.
നിങ്ങള്? ഷിയാസ്, ഞാൻ നമ്മുടെ ബ്രഹ്മാവിന്റെ വാപ്പ. ഞാൻ കുഷ്ഠരോഗയുടെ അച്ഛൻ. ഇയാള്? ഞാൻ ഹനുമാന്റെ യേശുക്രിസ്തുവിന്റെ ഡാഡി. വീരപ്പന്റെ അച്ഛനായിരിക്കും അല്ലേ? വീരപ്പന്റെ വാപ്പ അവന്റെ തലവട്ടം കണ്ടപ്പോ തന്നെ പോയി. ഞാൻ വീരപ്പന്റെ മാമ. അതെല്ലേ? മദറെ, മക്കളുടെ കോലം കണ്ടല്ലോ. അത് ഫാൻസി ഡ്രസ്സിന്റെ കോസ്റ്റ്യൂം അല്ല മാഡം. അതല്ല, ഇവന്മാർ എന്നും ഇവിടെ കിടന്ന് അടിയും വഴക്കുക. ഇങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും ഞാൻ TC നിന്ന് പറഞ്ഞു വിടും. സജിൻ അത്യാവശ്യം പഠിക്കുമായിരുന്നു, ഇപ്പൊ അവനും കണക്കാ. അവന്റെ കൂട്ടുകെട്ടാണ് മിസ് പ്രശ്നം. ആ ചെറുക്കനായിട്ട് കൂടിയതിനു ശേഷം ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത്. എനിക്കൊരു കാര്യം പറയാണ്ട്, ഇനി മേലില് എന്റെ മോനോടൊപ്പം അവൻ ഇരുത്തരുത്. ഏത് ചെറുക്കൻ? ആ കുഷ്ഠരോഗി. എന്നാ നിങ്ങളുടെ യേശുക്രിസ്തുവിനോട് പറ നമ്മുടെ കുഷ്ഠരോഗിയുടെ കൂടെ ഇരിക്കേണ്ടത്. ബൈബിളിൽ പറഞ്ഞാൽ അങ്ങനെയാണോ? അല്ലല്ല. ശരി മാത്രമേ, എന്താണെന്ന് വെച്ചാൽ അറിയിച്ചാൽ മതി. യേശുക്രിസ്തുവിന്റെ ഡാഡിയാണ് പോലും. പിന്നോ നീയാണ് അവരെയൊക്കെ ചീത്തയാക്കുന്നതെന്നാണ് അവന്മാര് പറയുന്നത്. ആര് പറഞ്ഞു? സജിൻ അങ്ങനൊന്നും പറയൂല. എടാ, സജിൻ പറഞ്ഞില്ലെങ്കിൽ എന്താടാ, അവന്റെ അച്ഛൻ പറഞ്ഞില്ലേ, എന്തു പ്രശ്നമുണ്ടെങ്കിലും ആദ്യം കാണുന്ന പേര് നിന്റെ എന്നാ. അതുകൊണ്ടേ അച്ഛൻ ഒരു കാര്യം പറയാം, ഇനി മേലെ അവന്മാരുടെ കൂടെ ഉള്ള കൂട്ട് വേണ്ട. ഞാൻ പോവും. കുട്ടേട്ടാ, 2 കരിക്കിൻ ഷേക്ക്. കൂട്ടുകാരൻ വന്നില്ലടാ? ഇപ്പൊ വരും. ഓക്കേ, മറ്റു കൂടുതലായേ. കുട്ടേട്ടാ, 3 എണ്ണം എടുത്തോ. എനിക്കൊന്നും വേണ്ട, ഞാൻ ഇല്ലടാ ഇനി നിന്റെ കൂടെ. എനിക്ക് ഇനിയെങ്കിലും മര്യാദയ്ക്കൊന്ന് പഠിക്കണം. നീ ഇനി എന്നെ വിളിക്കണ്ട. അച്ഛനെ എടാ, ഇതാ 2 കരിക്ക് ഷേക്ക്. ഒരെണ്ണം ഇപ്പൊ തരാം. എന്തായാലും നിനക്ക് എന്റെ ചേട്ടൻ്റെ അത്ര വെയിറ്റ് ഇല്ല, അതൊരു സൗകര്യമായി. അവന് ഹെഡ് വെയിറ്റ് ആണ് കൂടുതൽ. എന്നാലും അവ എന്താ എന്റെ അടുത്ത് മിണ്ടാത്തത്? അത് അച്ഛൻ പറഞ്ഞ് മിണ്ടരുതെന്ന്. പോടാ, അച്ഛൻ പറഞ്ഞെന്ന് പറഞ്ഞ് മിണ്ടായിരിക്കില്ല. ഞാൻ മിണ്ടായിരുന്നില്ലല്ലോ. ഡേയ്, നീനെ അവന്മാരായിട്ട് ചൊറിയാനും നിക്കണ്ട കേട്ടാ. ഏയ്, ഞാനൊന്നും പോണില്ല. നീ വേറെ വള്ളികളൊന്നും വരാതിരുന്നാ മതി. അടിപൊളി പരിപാടിയല്ലേ? നല്ല ആളുണ്ട് കേട്ടോ, ടിക്കറ്റ് കിട്ടും തോന്നില്ല. രാവിലെ ഇവിടെ ഒരുങ്ങി കെട്ടി വന്നിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് കിട്ടുകയും ചെയ്യും, സിനിമ കാണുകയും ചെയ്യും. ടിക്കറ്റ് ഒക്കെ പുഷ്പം പോലെ എടുത്തത്. സത്യം, ഇയാൾ വെറുതെ ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞു നടക്കുന്നത്. ഇയാൾ രാവിലെ വിളിച്ചിട്ട് വന്നത് ടിക്കറ്റ് എടുത്തരാന്ന് പറഞ്ഞു. യവൻ ചുമ്മാ കോസ്റ്റ്യൂം മാത്രമേ ഉള്ളൂ. പിന്നെ അല്ലാതെ നിന്റെ
ചേട്ടനോട് വന്നിരുന്നെങ്കിൽ ഈ പടവും നിന്ന് കാണാൻ പറ്റില്ലായിരുന്നു. എന്തായാലും കറക്റ്റ് സമയത്ത് നീ അവരായിട്ടുള്ള കൂട്ടവിട്ടല്ല. ഞാൻ മോനെ ഒന്ന് മറിക്കും മോനെ. ആശ്രയ ടിക്കറ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്റെ ഒറ്റ ഒരുക്കം കാരണമാണ്. എന്താ എനിക്ക് കണ്ണാടിട്ട് കെഞ്ചാൻ വയ്യ. ആശ്രയ ഒരെണ്ണം 1000 ചോരടാ. നോക്കട്ട് അവന്മാര്. ചേട്ടാ പടം മോശം എന്ന് പറയാ. ടിക്കറ്റ് തരുമോ? എന്ത് വേണം? 2 ടിക്കറ്റ് എടുത്ത് കൊടുത്താലോ? വേണോ? ചുമ്മാ നോക്കാം. ബാക്കില് ഇവിടെ 2 ടിക്കറ്റ് അല്ലേ? ഞങ്ങൾ എടുക്കണോ? ഇവരെന്ന് വാങ്ങണോ? നല്ല സൂപ്പർ തിരക്ക്. ഷോട്ട് നിന്നാ ടിക്കറ്റ് കിട്ടൂല. വാങ്ങാല്ലേ? വേണോന്ന് പറഞ്ഞു. 2 എടുത്തോ. പോപ്കോൺ ഞങ്ങൾ മേടിച്ചോളാം. അപ്പൊ മൊത്തം 4 ടിക്കറ്റ്. നമ്മളെന്തോ പിന്നെ ഇവിടെ വെള്ളമായിട്ട് പാർട്ടി പരിപാടിക്ക് വന്നേ. കൂട്ടുകാരാണ് ബ്രോ. ആ നമ്മുടെ കൂട്ടുകാരും ബാക്കിയൊക്കെ ഉണ്ടോ? പിന്നെ അമ്മ മുടുങ്ങാൻ നിൽക്കുന്ന നമ്മളാളാ. ഞാൻ നിന്റെ വാപ്പ. ഞാൻ നിന്റെ കൊച്ചാപ്പ. കൊച്ചാപ്പ നിന്റെ വാപ്പ. എന്തിനടിയടോ കിറുക്കടിച്ച്? അവനെ എടുക്കും ഞാൻ. ഈ ചിലപ്പൊന്നും അവിടെ കണ്ടില്ലല്ലേ? അമ്മീനെ വീട്ടിൽ ഇരിക്കണം വാപ്പാക്കല്ലേ ഗൾഫിൽ ഇരിക്കണം നമ്മുടെ കൊച്ചാപ്പാക്കാണോ വിളിച്ചത്? അവനെന്റെ കൊച്ചാപ്പയോ അവന് ഭ്രാന്ത മനസ്സിലായോ? അവന് സമന്തം തെറ്റി വിപുട്ടി കാണിച്ചതാ. അവൻ എന്നെങ്കിലും യൂണിഫോം ഊരും. അന്ന് ഞാൻ അവനെ ഊരും. സെൽഫി എടുക്കും. നീ ഒറ്റക്കാരാ സ്ക്രീനിന്റെ അടി വന്നിരുന്ന് കാണ്ടി വന്നത്. ചേട്ടാ കഷ്ടപ്പെട്ടെങ്കിലും അകത്തേറ്റിയപ്പോഴത്തേക്ക് ഇതിപ്പോ വലിയ മനുഷ്യരെ നമുക്ക് വലുതായിട്ട് കണ്ടൂടെ? 10 തലമുറയ്ക്ക് ഞാൻ വിളിക്കും. അവന്മാരെ ഒറ്റെടുത്തരാറോ നമുക്ക് ടിക്കറ്റ് ഇട്ടാഞ്ഞ്. ഏതാണ് അവന്മാര്? എനിക്കറിയാം അവന്മാരാ. നമ്മളവിടെ സ്കൂളിലുള്ളതാ. ഒതുക്കത്ത് കിട്ടിയാ പൊതിക്കാ അവന്മാരെ കൊടുക്കുന്നുണ്ട്. ഇതിപ്പം കഴുത്തി കയറി കെട്ടിട്ട് കാണേണ്ട അവസ്ഥയല്ലേ? അളിയന്റെ പെങ്ങളാണെന്ന് നീ അറിഞ്ഞില്ല. അതൊക്കെ മനോജ് സാർ വിളിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിട്ടുപോയി. സോറി ഒന്നും പറയണ്ടല്ലേ. ഈ സമയത്ത് ഓണാവില്ല. ആലേട്ടന്റെ പടം വാ. മര്യാദക്ക് പടം കണ്ടോണം. ഇവിടെ കിടന്ന് ഷോ കാണിച്ച മുട്ടുകാലി ഞാൻ തല്ലി പിടിക്കും. ഇറങ്ങിപ്പോടാ പാണ്ടി കരിമ്പാറം. നിന്റെ തന്ത. നിന്റെ മറ്റേ തന്ത. ഞങ്ങള് നിന്റെ ബാലൻസ് തന്തമാര്. ഇറങ്ങിപ്പോടാ. നിന്റെ ആരടാ ബേളം വെച്ചേ? ആരടാ ബേളം വെച്ചെന്ന മിണ്ടായിരുന്ന സിനിമ കണ്ടിട്ട് പൊക്കോണം നായിന്റെ മക്കളെ. നീ ഇവിടുന്ന് ഇറങ്ങിയാ നിന്റെ അമ്മയെ ഞാൻ കെട്ടി. ഇറങ്ങിയാ നീ എന്റെ മോൻ. സാർ ഇപ്പം പോരുത്. പോയി കഴിഞ്ഞാൽ അവന്മാര് പറയുന്നത് സത്യമാണെന്ന് വിചാരിക്കും. ആണോ? ഓ നിന്റെ അപ്പൂപ്പന്റെ കുടുക്ക. നിന്റെ തന്തയുടെ കിണ്ടി. എന്റെ ഒരു കിട്ടുന്ന സാധനമാണ് കേട്ടോ. നിന്റെ ഉപ്പമാണ് അവരൂസ് പണി. നിന്റെ അച്ഛന്റെ ഉച്ചി. ആരുടെ അച്ഛനെ വിളിച്ചത്? ആരാ അത്?
എന്തിനാടാ ഇങ്ങനെ മോശം വാക്കൊക്കെ ഉപയോഗിക്കുന്നേ? അത് സാറിന് വിഷമാവില്ലേ? ഒന്നുമില്ലല്ലോ, അദ്ദേഹം ഒരു പോലീസുകാരനല്ലടാ. സത്യം. ദയവേത് ഞാൻ പിന്നെയും പറയാണ്, ഇവിടെ ഫാമിലീസ് ഒക്കെ ഉള്ളതാണ്. പ്ലീസ് അസഭ്യം പറയരുതേ. ഇതെന്റെ അപേക്ഷയാണ്. കാവലാണ് കാക്കി, അത് മറക്കരുത്. നമ്മളവരെ ബഹുമാനിക്കണം, അപമാനിക്കരുത്. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. പിടിക്കണോ? അപ്പൊ ഇലുമിനാന്റിയോ? അതൊക്കെ ഒരു വലിയൊരു സംഭവം, നിങ്ങൾക്ക് അറിയത്തില്ല. ഹരോൾഡ് പേര് തുടങ്ങിയ സംഭവം ഇതൊക്കെ. കുടുംബം അങ്ങനെയല്ല സാറേ. ഞാൻ ചീത്ത വിളിക്കുന്ന കുടുംബത്തിൽ നിന്ന് വന്നതല്ല സാറേ. സാറേ എന്റെ കൊച്ചാപ്പയാണ് സത്യം സാറേ. ഞാനല്ല സാറേ. എന്റെ മുഖം കെട്ടാക്കാൻ തോന്നുന്നതേ ഉള്ളൂ. അടിച്ച് പൊട്ടി കളിപുത്തൻ പൂജ കൊണ്ടാടും നെഞ്ചോ റോജ കെട്ടാകെ പൊട്ടുന്നേജാ. പോടാ വല്ലാത്ത കൂടാ, കാണാത്ത മൂടാ, വന്നാറ്റിറ്റ്യൂടാ. ആടാ ബാഡ് മസ് മൂടാ, അന്ത രസകുന്തുലപ്പിലാടാ. മുടി കെട്ടിയേക്കുന്നതാ ഭംഗി. പെങ്ങളെ അല എന്തിയേ? പെങ്ങളാ? ഇനിയിപ്പോ എന്തായാലും 2 ദിവസം റെസ്റ്റ് എടുക്കട്ടെ, അത് കഴിഞ്ഞ് വിട്ടാ മതി. നമ്മളറിയാത്ത എന്തോ ഒരു അസുഖങ്ങൾക്കുണ്ടല്ലോ. എന്ത്? എല്ലാ മാസവും ഇതേ സമയം അവൾ അമ്മ നമ്മളെ വിളിച്ചു പോകും. അതുകൊണ്ടായിരിക്കും അല്ലേ അവള് നിന്നെ ഇഷ്ടമാണെന്ന് പറയാത്ത? സത്യം. ഓ, ഇതുപോലൊരു പെൻസിൽ വിഴി. കളിപുത്തൻ പൂജ കൊണ്ടാടും നെഞ്ചോ റോജ. കഴിഞ്ഞു. ഓടാ അങ്ങോട്ട്. എന്റെ അടുത്ത് വെച്ചിട്ടാണോ? പോടാ. നിനക്ക് ചുണയുണ്ട് അവൾക്ക് പോയി ഇഷ്ടമാണെന്ന് പറയാൻ? ചുണക്കൊന്നും ഒരു കുറവില്ല. എനിക്ക് കുണയ്ക്കാതെ പോയി ഇഷ്ടമാണെന്ന് പറയടാ. എന്തിനാ സാറേ ചുമ്മാ പിള്ളേരിങ്ങനെ തല്ലുന്നതെന്ന്? യവന്മാരൊക്കെ നന്നാവണമെങ്കിലേ എല്ലാവരും പല കള്ളപ്പിലകളിൽ അവർ അടിമുടിയതിനടി. ഹേയ് താനോസ് അണ്ണ കട്ടിക്കഞ്ചാണിയിലെ പിള്ളേരൊക്കെ വഞ്ചറിന്റെ റേഞ്ചിലടി. തന്തനക്ക് താനാ പഞ്ചാര കൊച്ചുമാര് പുഞ്ചിരിപ്പ് താനാ. സീൻ സീന കൂട്ടിലിട്ട മൈന ആനയല്ല പൂനയല്ല ലോറായ. വീര്യം പോരാ എന്നാരും ചൊല്ലേണ്ടാടാ. കാണാ കണി കാണിച്ചോരാ, ഒന്ന് കണക്കിന് മേടിച്ചോരാ. വീണാലും തമ്മി താങ്ങാണേ. നാളെ തൊട്ട് നേരത്തെ മര്യാദയ്ക്ക് വീട്ടിൽ കയറിയില്ലെങ്കിൽ നോക്കിക്കോ നീ. ഡാ, നിന്റെ മറ്റേ കൂട്ടുകാരനെ അവനെ കൂടെ നശിപ്പിക്കുന്നേ. എന്റെ കൂട്ടുകാരൻ? ആ, അതിപ്പോ ഇവന്റെ കൂട്ടുകാരനല്ലേ? പറയടാ അങ്ങോട്ട്. കാടാരടിച്ചൊടിച്ച് ഒന്ന് പോടാർക്കെ. നിനക്ക് എത്ര പ്രായമുണ്ടോ മര്യാദയ്ക്ക് ഇരിക്കുന്ന ചെറുക്കന്റെ നെഞ്ചത്തോട്ട് കയറാനായിട്ട്? അവൻ ചീത്ത വിളിച്ചങ്ങൾ കേട്ടില്ലേ? നിന്നെ കണ്ടല്ലേ അവൻ പഠിക്കും. ഓ, തന്നാനേ നാനേ നാനാ തനനാ തന്നാനേ നാനേ നാനാ തന്നാനേ നാനേ നാനാ തനനാ തന്നാനേ നാനേ നാനാ. ആചാരേ ആചാ രാജാ കാണാ കളിപുത്തൻ പൂജ കൊണ്ടാടും നെഞ്ചോ റോജ കെട്ടാകെ പൊട്ടുന്നേജ.
മിസ് 2 പേപ്പർ. ഞാൻ നന്നായിട്ട് എഴുതിയതായിരുന്നു. പിന്നെ ഇതിപ്പോ എന്തോ പറ്റിയെന്ന് അറിയാൻ വയ്യ. ഇപ്പൊ ഇവന്മാരുടെ കൂടെ ആയില്ലേ, അടുത്ത പ്രാവശ്യം ഇവന്മാര് ജയിച്ചാ നീ ആരുടെ കൂടെ ഇരിക്കും മോനെ? ഇല്ല അച്ഛാ, അവനെ ഞങ്ങൾ ഒറ്റയ്ക്ക് ആകത്തില്ല. സത്യം. ആ അപ്പൊ നിങ്ങൾ നോക്കൂ. അയ്യോ അങ്ങനെയല്ല, നമ്മൾ ഒരുമിച്ച് പഠിച്ചു കഴിക്കും. പഠിച്ചാ നിങ്ങക്ക് കൊള്ളാം. ഇറങ്ങ. അച്ഛനല്ലേ മോനെ? ആ അച്ഛനുണ്ട്. അമ്മേ ദേ അച്ഛനെന്ന് വിളിച്ചേ. കൃഷ്ണപ്രിയയുടെ ഫാദർ. കൃഷ്ണപ്രിയയുടെ ഫാദർ വന്നേക്കുന്നു. വേണ്ട, മനുഷ്യന്മാരെ ചുറ്റിക്കുന്നതിനെ ഒരു പരിധിയുണ്ട്. എടോ, എന്നത് കടം വെച്ച കാശ് എനിക്ക് തിരിച്ചതാണോ? ഞാൻ കാശ് വീട്ടിലെത്തിക്കാന്ന് പറഞ്ഞല്ലേ, പിന്നെന്താ? അത് പറയാൻ തുടങ്ങിയ കാലം കുറയല്ല. അങ്ങോട്ട് കാണായപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എടോ, നാനുണ്ടെങ്കിൽ ഇനി ഒരു അവധി പറയാതെ നോക്ക്. എന്റെ വിനോഷേ, ഇത് കുറച്ച് ഫണ്ട് വരാനുണ്ട്. അത് കിട്ടിയോടെ നിന്റെ വീട്ടിലെത്തിച്ചിരിക്കും. ഒരു മര്യാദ വേണ്ടേ? ഒരു പരിചയമില്ലാത്ത പോലെ സംസാരിക്കരുത്. തൻ്റെ ഉടായ്പ ഞാൻ കുറെ കേട്ടിട്ടുള്ളതാ. ഓരോ സ്ഥലക്കച്ചവടം നടക്കുമ്പോഴേ വീടിന് പെയിന്റ് അടിച്ച് ടിപ് ടോപ്പിൽ നടന്നിട്ട് കാര്യമില്ല. കടം വാങ്ങിച്ച് കാശ് തിരിച്ചു തരണം. പെങ്ങളെ, നിങ്ങളൊരു അവധി പറയണം. എന്റെ പിള്ളേര് തിന്നേണ്ട കാശാ, വെറുതെ കളയാൻ എനിക്ക് പറ്റില്ല. വരുന്ന ബുധനാഴ്ച എനിക്ക് ചിട്ടിയുടെ കുറച്ച് പൈസ കിട്ടാനുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ ഞാൻ തന്നോളാം. ബുധനാഴ്ച ഞാൻ വരും. അന്ന് എനിക്ക് ആ കാശ് കിട്ടിയില്ലെങ്കിൽ എന്റെ തനി കൊണം തന്നെ അറിയും. കേറുവാണ്. ബുധനാഴ്ച ഏത് കിട്ടി? വീട്ടിൽ ആളറിയണല്ലോ എന്താന്നുള്ളത്. ഏത് കിട്ടിയത്? ഇവന്റെ മാർക്ക് വെച്ച് അലോട്ട്മെന്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നല്ല. അങ്ങനെ പഠിക്കാൻ പറ്റാ പഠിക്കണോ? അതെ, നമുക്ക് പൈസ കൊടുത്ത് മാനേജ്മെന്റ് സീറ്റ് വല്ലതും കിട്ടുമെന്ന് നോക്കാം. എവിടെ നിന്ന് പൈസ ഒപ്പിക്കാനാ? ഇപ്പൊ തന്നെ ഇവന് വേണ്ടി എത്ര രൂപ ഞാൻ ചെലവാക്കി. ഇനി പഠിക്കണമെന്നുണ്ടെങ്കിലേ ഇവ സ്വന്തമായിട്ട് കാശ് കണ്ടെത്തണം. നിങ്ങൾ എന്ത് വർത്താനാ പറയുന്നേ? അവൻ +2 കഴിഞ്ഞല്ലേ ഉള്ളൂ. ഡിഗ്രി പോലും പാസ്സാവാതെ എന്തെടുക്കാനാ? ഞാൻ പ്രൈവറ്റ് ആയിട്ട് പഠിച്ചോളാം. അങ്ങനെ കാര്യം ചെയ്യും. നീ ദുബായിക്കോ? അങ്കളുടെ കൂടെ ആകുമ്പോ ഡിസ്റ്റൻ്റായിട്ട് പഠിക്കുകയും ചെയ്യാം, ജോലിക്കും പോവാം. വെറും 10 മണിക്കൂർ പണിയെടുത്താൽ തന്നെ നല്ല കാശ് കിട്ടും. പിന്നെ കിടക്കുള്ള 14 മണിക്കൂർ പഠിക്കാം. അങ്ങനെ ജീവിക്കുന്ന എത്രയോ കുട്ടികൾ എനിക്കറിയാം. അതൊന്നും ശരിയാവില്ല. ഇവന്റെ പഠിപ്പ് കഴിയാണ്ട് ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം. ഇവിടെ നിൽക്കുന്നതിലും ഭേദാതാ. ഓ, ഇനി അവിടെ പോയി കിടന്ന് മുന്തളിക്കാനായിരിക്കും. അജിനെ ഒന്ന് പോയിക്കടന്ന്. ഉത്തരവാദിത്തപ്പെട്ടവർ അങ്ങനെയാ. അവൻ പോയി രക്ഷോട്ടെ. ഞാൻ ഒരുത്തം കഷ്ടപ്പെട്ടിട്ടാ ഈ കുടുംബം ഒരു വഴിക്കാക്കുന്നേ. സജിനെ, പാസ്പോർട്ടാണ്, സൂക്ഷിച്ചു വെക്കണം. ബൈ ബൈ. അല്ല, ഞാൻ ആലോചിക്കുന്നത് നീ ഷൈനൊക്കെ ഇഷ്ടപ്പെടുന്ന തലയിലേക്ക് പോകും. മക്കളെ, ഈ പ്രായത്തിൽ ഈ കോളേജിൽ നിന്ന് മേടിച്ച് കുടിക്കല്ലേ, കരളൊക്കെ അടിച്ചു പോകും. അതൊക്കെ എന്റെ ഫ്രഷ് ജ്യൂസും വെജിറ്റബിൾസും അല്ലാതെ ഒന്നും. 5 ഷവർമ വാങ്ങിക്കൊണ്ട് പോണ ആളാണ് ഇതൊക്കെ. എന്നാലും സജിനന്ദ്രൻ എന്റെ അടുത്ത് പറയാതെ ഗൾഫിൽ പോയത്. എന്ത് മനുഷ്യനാണ് അവൻ? നിനക്കിതല്ലാതെ ഒന്നുമില്ലേ പറയാൻ? അവ ഇപ്പൊ അവിടെ പോയി കിടന്ന് കുന്തളിക്കായിരിക്കും. നീ അവനെ അങ്ങ് കെട്ട്. സ്വൈര്യല്ലോ. ഞാൻ ജ്യൂസ് ഇട്ടോണ്ടിരിക്കല്ലേ. ഇനി മേലിൽ നിന്റെ ഈ സാമാനത്തിന്റെ ഒച്ച വെളിയിൽ കേട്ടാ അവന്റെ ഒരു ബ്രഹന്തളിപ്പ്. ഇവിടെ ഇരിക്കുമ്പോ നമുക്ക് സമാധാനം, വീട്ടുകാർക്കും സമാധാനം. സമാധാനത്തിന് വേറെ സാധനങ്ങൾ ഇനിയുണ്ട്. അതെന്താണ്? അതൊക്കെ ഉണ്ട്. എന്നാ അതിങ്ങട് തരാം, സമയമാവട്ടെ. നിനക്കൊക്കെ ഒരു കാര്യം അറിയോ? എന്ത്? നമ്മളൊക്കെ വലിയ പിള്ളേരായി. ഇത്രയേ ഉള്ളൂ. അലനങ്ങ് വലിയ പയ്യനായല്ലേ? ഓ, ഇപ്പൊ +2 എഴുതാൻ നിൽക്കുന്നു. പിന്നെന്തിനാ വെച്ച് താമസിപ്പിക്കണേ? അത് പെട്ടെന്നങ്ങ് നടത്തിക്കൂടെ? അത്
അവൻ അറിഞ്ഞോണ്ട് ഒരു വിധത്തിൽ നടക്കും തോന്നുന്നില്ല. ആ കടം കൂടി വീട്ടിയാലേ എൻ്റെ ഹജ്ജ് റാത്താവുള്ളൂ. നിങ്ങൾ സഹായിക്കണം. എങ്ങനെയല്ലോ നടത്തി കൊടുക്കുക ശാസേ. ഒസാന്ന ഏത്താക്കിയതല്ലേ. ഹജ്ജിന് മുമ്പ് എല്ലാ പൊരുത്തവും വേണ്ടേ? നോക്കട്ടെ സായിബേ, മനസ്സിനെ കൂടുതൽ ചിന്തിച്ച് കുഴപ്പിക്കാണ്ട് മോന്റെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം. തിരിഞ്ഞങ്ങക്ക്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അതെ, നിങ്ങളെ വളച്ചൊടിക്കാതെ കാര്യം പറ. അത് പിന്നെ അലനെ 17 വയസ്സായി. ആയി. അത് വെച്ച് നോക്കുമ്പോ എന്റെ മകന് 18 വയസ്സായില്ലേ? അടുത്ത വർഷം അവന് പാസ്പോർട്ട് എടുക്കേണ്ടതാ. അതല്ല, അവന്റെ സുന്നത്ത് ഇതുവരെ ചെയ്തിട്ടില്ല. അതൊന്ന് ചെയ്യിക്കണം. ഈ പ്രായത്തിലാ? ചെയ്തേ പറ്റൂ. ഒസാന്റെ സമാധാനത്തിനെങ്കിലും വേണ്ടി. അപ്പൊ പിന്നെ അതങ്ങ് നടത്തിക്കൊടുക്ക്. പക്ഷെ എന്ത് ചെയ്താലും അവൻ സമ്മതിക്കൂല. വീട്ടിൽ നിന്ന് പിടിക്കാൻ നോക്കിയാ ഓടിക്കളയും. അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? അല്ല, അവന്മാര് ഇവിടെയാണല്ലോ സ്ഥിരമായിട്ട് കൂടാറുള്ളത്. ഇവിടെ വെച്ച് തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് പിടിച്ചാലോ? അല്ല, അതെങ്ങനെ? ഞാനൊരു കുഞ്ഞു സാധനം തരാം. അതിവിടെ വെച്ചിട്ട് ഒരു ദിവസം ഈ വീട്ടിൽ നിന്ന് മാറിയെന്നാ മതി. അതെന്ത് സാധനം? അതൊക്കെ ഉണ്ട്. അതിൽ വീഴാത്ത ഒരു മലയാളി ചെക്കനും ഇന്നേ വരെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. അതെന്ത് പരിപാടി? പരിപാടി ഉണ്ട്. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ വന്നത്. ഇതെവിടുന്ന്? എന്റെ കൂട്ടുകാരന്റെ CD പ്ലെയറാ. 2 ദിവസം കൂടെ ഇരിക്കട്ടെ. എടാ, നാളെ കല്യാണത്തിന് വരുന്നുണ്ടോടാ നീ? എനിക്ക് കുറെ പഠിക്കാനുള്ളതാ. പരീക്ഷ ഇങ്ങ് എത്തി. ഇത് തീർത്തിട്ട് ഞാൻ പോവാ പഠിക്കാൻ. ഹലോ, അച്ഛൻ നാളെ വീട്ടിലില്ല. അവന്മാരോട് പറഞ്ഞേക്ക് സെറ്റ് ചെയ്യാൻ. ഓക്കെ. How can you calculate the total marks of a student and he... മോനെ, പുറത്തൊന്നും പോരുത്. ഇരുന്ന് പഠിച്ചോണം. അതത്രേ ഉള്ളൂ. സെന്റർ ടു ദ ബോട്ടം റൈറ്റ് കോർണർ. സെൽഫ് see that the mouse corner point of the main ingredient is... ഇന്നത്തെ ഈ പരിപാർ ഷിയാസ് ഭായ്, നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുമോ? പിന്നെ ഈ പ്രായത്തിലെ പിള്ളേരല്ലേ, വീട്ടിൽ ആളില്ലാണ്ട് ഒരു അവസരം കിട്ടിയാ അവന്മാര് വെറുതെ വിടുവോ? ഇപ്പൊ ഒരുത്തം CD ആയിട്ട് വരും, നോക്കി. വന്ന് കയ്യിലെന്താ പാമോയില? കണ്ട കണ്ട. ബിയറല്ലേ പോണത്? അതാരാ? അത് ആറാംകുട്ടികളെ കള്ളുടിയും തുടങ്ങിയ. പണി ചെറുതായിട്ട് പാളിയോ എന്നൊരു സംശയം. ഇനി അവനായിരിക്കും CD ആയിട്ട് വരുന്നത്. ആര്? അലൻ. എന്റെ മോനല്ലേ, എനിക്കറിയാം. ഇത് CD അല്ലല്ലോ, ലേഡി അല്ലേ? ഷിയാസ് ഭായ്, പിള്ളേര് വല്ലാണ്ടങ്ങ് വളർന്നു. എല്ലാം നല്ലൊരു നടക്കണേ. സുന്നത്ത് നടത്താൻ പറ്റിയ സമയം. അയ്യോ, എന്ത് പറ്റി? വെള്ളം വേണം. ലക്ഷത്തിട്ട് മേലെ കിട്ടൂല, കിട്ടു ലക്ഷത്തിട്ട് മേലെ കിട്ടൂല, കിട്ടു ലക്ഷത്തിട്ട് മേലെ കിട്ടൂല, കിട്ടു ലക്ഷത്തിട്ട് മേലെ കിട്ടൂല, കിട്ടൂല മേലെ കിട്ടൂല, കിട്ടൂല മേലെ കിട്ടൂല,
കത്തി ഏതാല കത്തി എവിടെ? കത്തി കട്ടി എന്താടാ? ഒരു മിനിറ്റ്, സമ്മതിക്കത്തില്ല അങ്ങോട്ടൊന്ന് റെഡിയായി വരുമ്പോ. എന്താടാ? അയ്യോ അവന് പാക്കറ്റ് കൂടി മാറ്റിക്കോ, വലിച്ചു മോനെ അടങ്ങിക്കിടക്കണം. ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയുള്ളൂ. വരവായേ ഭീകര രൂപം, ഇന്ന് വീഴ്ത്തിട്ട് മുന്നിലടയാളം, ഞാൻ പണ്ടേ കണ്ടത് സ്വപ്നം. വരവായേ ഭീകര രൂപം, ഇന്ന് വീഴ്ത്തിട്ട് മുന്നിലടയാളം, ഞാൻ പണ്ടേ കണ്ടത് സ്വപ്നം. ഇനിയോടാനില്ല വഴിയും പഴുതും ആകെ അടച്ച് കുരുക്കി ടൊസ്സ. വന്നുടനടി കൈകാലാകെ പിടിച്ച് വലിച്ച് തിരിച്ച് ഇല്ല. നടപടിയാവൂലനങ്ങാനും തിരിയാനും കഴിയൂല. ബലമെടുത്താലടി മുറിയും കത്രിക തെറ്റുമുട്ടി വിട്ടുകെട്ട്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. മുത്തിന് കല്യാണോ പല്ലയടി പിടിയൊടുവില് സുന്നത്ത് കല്യാണം. നല്ല നെയ്ച്ചോറും മട്ടനുമാ. വീട്ടിലിതാഘോഷം ഓ സൽക്കാരത്തില് മൊത്തത്തി മാതാരം. അയ്യോ ഇതെന്തിങ്ങനെ? അതല്ലേ മുത്തിന് കല്യാണോ പല്ലയടി പിടിയൊടുവില് സുന്നത്ത് കല്യാണോ. വീട്ടിലിതാഘോഷം ഓ സൽക്കാരത്തില് മൊത്തത്തി മാതാരം. മുത്തിന് കല്യാണോ പല്ലയടി പിടിയൊടുവില് സുന്നത്ത് കല്യാണോ. വീട്ടിലിതാഘോഷം ഓ സൽക്കാരത്തില് മൊത്തത്തി മാതാരം. നല്ല എടുത്തോ. ഏയ് ഒരു എഡ്ജ്, ഒരു ഷേപ്പിന്, ഒരു ഫിനിഷിങ് കിട്ടാൻ ഒരു കുഴപ്പമില്ല. ഓക്കെയാണ്. പിള്ളേരെയൊക്കെ ഒരുമിച്ചിരുത്തി പഠിപ്പിക്കാനാണ് സാറ് പ്രശ്നം. മിക്സഡ് മാറ്റിയാൽ തന്നെ ഒരുവിധം എല്ലാം ശരിയാവും. ഓരോരോ നിയമങ്ങൾ നമ്മളൊക്കെ പഠിക്കുമ്പോ ഇങ്ങനായിരുന്നു. ഇതേ കണ്ടില്ലേ? എന്ത് ചെയ്യാനാ സാറേ, ചോദിക്കാൻ പോയാൽ നമ്മൾ സദാചാരക്കാരോ? ഇതിലൊക്കെ ഒടുക്കത്തെ ഫ്രീഡം ആണ്. അങ്ങനെ വിട്ടാൻ പറ്റത്തില്ല. എന്താ സാറേ? എന്താണ് പരിപാടി? ബുക്ക് മേടിക്കാനായിട്ട്. ബുക്ക് മേടിക്കാനായിട്ട്. സ്റ്റെയർകേസിന്റെ അടിയിലാണോ ബുക്ക്? സത്യം പറയണം, എന്താ പരിപാടി? ഇല്ല സാറേ, അങ്ങനൊന്നും ഇല്ല. എന്താടി നിന്റെ കയ്യില്? ഒന്നുമില്ല സാറേ. എന്താ കയ്യിലെന്ന്? നമ്മുടെയൊക്കെ പുറകിൽ എന്താ നടക്കുന്നതെന്ന് അറിയാം മാത്രമേ. കുറെ എണ്ണം ക്ലാസ് കിട്ടി സിനിമയ്ക്ക് പോയിരിക്കാം. ഇതൊന്ന് കേട്ടെ. കേട്ടല്ലോ കേട്ടല്ലോ. ഇത് ഇപ്പൊ തന്നെ അവരുടെ വീട്ടിലങ്ങ് അറിയിച്ചേക്കാം. അയ്യോ സാറെ, വീട്ടിൽ അറിയിക്കല്ലേ. അറിയണോടാ, നീക്ക് എന്തിനാ സ്കൂളിൽ വരുന്ന സ്റ്റെയർകേസിന്റെ അടിയിലും ബുക്ക് മാറ്റില്. എന്തെങ്കിലും സംഭവിച്ച പിന്നെ നമ്മൾ സമാധാനം പറയണ്ടേ? ഇല്ല സാറേ, വീട്ടിലറിയിക്കണം, അതാ നല്ലത്. ആ അത് തന്നെയാ നല്ലത്. സാറ് പറയാ എന്താ ചെയ്യണ്ടേന്ന്. മാഡം ഒന്നും ആലോചിക്കുന്നില്ല, ഇവന്റെയൊക്കെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു. വിളിക്കല്ലേ സാറേ. മാഡം ഒരു മിനിറ്റ്.
ശരി, നിങ്ങളുടെ വീട്ടിൽ പറയാതിരിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ, ക്ലാസ് റൂമിൽ ആരൊക്കെ മൊബൈൽ കൊണ്ടുവരുന്നുണ്ടെന്നും ആരൊക്കെയാണ് ക്ലാസ് റൂമിൽ പ്രേമിക്കാൻ വരുന്നതെന്നും ഞങ്ങൾക്കറിയണം. അങ്ങനെയാണെങ്കിൽ തൽക്കാലം നിങ്ങളെ രണ്ടുപേരെയും വെറുതെ വിട്ടേക്കാം. ചൂടം ചൂടത്ത് ആരാടി വാഴും കാലത്ത് പോരാടി വീഴും നേരത്ത് ആരാർക്കുമില്ല ഹാരത്ത്. ആര് തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി. അല്ലേ നിന്റെ അനിയത്തി എന്തിയടാ? ക്ലാസ്സിൽ കാണും സാറേ. ക്ലാസ്സിൽ കാണും. ഉറപ്പാണോ? ഉറപ്പാ. മൊത്തം കുഴപ്പമാണല്ലോടാ. ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കണം സാർ. ഇനി അവർ ആവർത്തിക്കില്ല. ആവർത്തിക്കില്ലെന്ന് ആര് പറഞ്ഞു? ഇവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെയല്ലേ കുറ്റം പറയൂ? ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല. ഞാൻ ശ്രദ്ധിച്ചോളാം. എന്ത് ശ്രദ്ധിക്കാവുന്ന നിങ്ങള്? നിങ്ങളുടെ മോൻ ഇവിടെ കിടന്ന് കാണിക്കുന്ന കോപ്രായമല്ലോ നിങ്ങൾക്ക് അറിയാം? നിങ്ങളുടെ മോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം? അവൾ എവിടെയാ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം? ആരുടെ കൂടെയാ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം? എന്ത് പേരന്റാ നിങ്ങൾ? രാവിലെ യൂണിഫോം പിടിച്ച ടിഫിൻ ബോക്സ് കൊടുത്തെങ്കിൽ വിട്ടോളും. വേറെ ഒന്നും അറിയട്ടല്ലോ. ഇവർ ഈ വളം വെച്ചു കൊടുക്കുന്നുണ്ടോ ഈ പിള്ളേരിങ്ങനെ വഷളാകുന്നത്?
ഇവളൊക്കെ ഒരുങ്ങി കെട്ടി വരുന്നത് തന്നെ ഇത് അവമാനം കാണിക്കാനാണ്, അല്ലാതെ പഠിക്കാനൊന്നും അല്ല. എന്താണ് നോക്കി പേടിപ്പിക്കുന്നത്? നിന്റെ തന്തയ്ക്ക് തന്നെ പേടി കാണും, എനിക്കില്ല. ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്നുള്ളതിന്റെ നെകളിപ്പാ. മോന്തടിച്ച് പൊടിക്കണം ഇവന്റെയൊക്കെ. സാറേ മതി സാറേ. സാറേ സാറ് ഇതിൽ ഇടപെടണ്ട. ഇന്ന് അവള് ക്ലാസ് കിട്ടിയത് സിനിമയ്ക്ക് പോയി, നാളെ വല്ല ലോഡ്ജിലും ആയിരിക്കും. ഈ പ്രായത്തിൽ വല്ല പേര് ദോശ കേൾപ്പിച്ചു വന്നാലേ സാർ ഉത്തരം പറയോ? ഇവനൊക്കെ തനി ഗുണ്ടകളാ. ടി സി കൊടുത്ത് അങ്ങ് പറഞ്ഞു വിടുന്ന ഇവനൊക്കെ. അങ്ങനെ ടി സി ഒന്നും കൊടുക്കാൻ പറ്റില്ല, അടുത്ത മാസം പിള്ളേരെ പരീക്ഷ. എന്ന് വെച്ച് പഠിപ്പിക്കുന്ന സാറുമാരല്ലേ ഇവന്മാർ തല്ലിയത്? മധുരെ സാറുമാരല്ല, സാറിനെ എന്നെ അവർ തല്ലിയോ? വേറെ ആരെങ്കിലും അവർ തല്ലിയോ? ഇങ്ങനെ മാത്രമല്ല അവർ തല്ലിയോ? അത് ഇയാളുടെ കയ്യിലിരിപ്പ് കാരണം. ഓഹോ, അപ്പൊ താനും ഇവരെ സപ്പോർട്ട് ചെയ്യാണല്ലേ? പിള്ളേരോട് പറയേണ്ട വർത്താനമാണോ സാർ പറഞ്ഞേ? പിള്ളേർ കണ്ട കാര്യങ്ങളാണോ ഇവർ ചെയ്യുന്നത്? പിള്ളേരാകുമ്പോ തെറ്റുകുറ്റങ്ങൾ പറ്റും, അത് പറഞ്ഞ് മനസ്സിലാക്കാതെ ഒരു അധ്യാപകൻ ഇമാതിരി വർത്താനം പറഞ്ഞ പിള്ളേരെന്നല്ല ആരാണെങ്കിലും. കൂടെയുള്ള ഒരാളിനൊരു പ്രശ്നം പറ്റിയാൽ ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. പിന്നെ എങ്ങനെയാ പെരുമാറേണ്ട മധുരെ? സാറേ, ഇന്ന് മുജീബ് സാറിനെ തല്ലി അവന്മാര് പുറത്തിറങ്ങി നടന്നാലുണ്ടല്ലോ, നാളെ പിള്ളേരെല്ലാം കൂടെ കയറി സാറുമാരെ തല്ലും. പിന്നെ പിള്ളേരെ പേടിച്ചോടെ ജീവിക്കേണ്ടി വരും. ആരും ആരും പേടിക്കേണ്ട കാര്യമില്ല. ഒരുത്തരവനോട് പഠിക്കണ്ട, എല്ലാം അറിയിക്കണം. 2 ഗേറ്റിന് പുറത്തിറങ്ങിക്കോ. എല്ലാത്തിനും ടി സി ഞാൻ പറഞ്ഞു വിടും. Get out! ഇനി നിങ്ങളുടെ മോളുടെ കാര്യം. അവളെ സ്കൂളിൽ തുടർന്ന് പഠിക്കണമെങ്കിൽ അതും നിങ്ങളുടെ 2 പേരുടെയും ഉത്തരവാദിത്വത്തിലായിരിക്കണം. അവളിന് പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാക്കില്ലെന്ന് നിങ്ങൾ 2 പേരും എഴുതി എനിക്ക് ഒപ്പിട്ട് തരണം. അതാണ് ഈ സ്കൂളിന്റെ ഫൈനൽ ഡിസിഷൻ. അവന്മാരെ കണ്ടോ? ആത്തോണ്ട് എന്താടാ മൊത്തം സീനായി. സീനാ എന്താടാ വിനായകേ? നീയൊക്കെ സാറിനെ അടിച്ചാ? അടിച്ച് ഇനിയും അടിക്കും. ഭ്രാന്ത് തീർന്നു. എന്താടാ പ്രശ്നം? കുട്ടേട്ടാ ഒരു സിഗരറ്റ്. എടാ നീ ആദ്യം കൂളാവ്. കുട്ടേട്ടാ ഒരു സിഗരറ്റ് താ. സിഗരറ്റ് ഒന്നുമില്ല. പിന്നെ എന്താ ഉള്ളേ? സ്കൂളിൻ്റെ അച്ചടക്ക നിയമം ലംഘിച്ചുകൊണ്ട് ഹൈസ്കൂളിലെ ആൺകുട്ടികളോടൊപ്പം സ്കൂളിൽ നിന്ന് പുറത്തു പോയത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുകയും നാട്ടുകാരുടെ മുന്നിൽ വെച്ച് കൈയോടെ പിടികൂടുകയും ചെയ്തു. തെറ്റുകാരിയായി എൻ്റെ മകൾ ആഷ്നയ്ക്ക് മാപ്പ് നൽകി സ്കൂളിലേക്ക് തിരിച്ചെടുക്കണമെന്ന് നമ്മളെ വിളിക്കേ. ടിക്കറ്റൊക്കെ ഞാൻ എടുത്തോളാം. നമ്മളെ സിനിമയ്ക്കൊക്കെ പോകണ്ട.
മനോജ് സാറേ സാറേ മനോജ് സാറേ സാറേ കണ്ണുറക്ക് സാറേ. അവന്റെ ജ്യൂസ് കട മയക്കുവരുന്ന വെച്ചോ. നീ ബോബ് മാർലിയുടെ ടീഷർട്ട് ഇട്ട് സിന്തറ്റിക് വെക്കൂലടാ. സാറേ സാറിന് ആള് മാറിപ്പോയെന്നാ തോന്നണേ. ആള് മാറിപ്പോയെന്നാ? ഞാൻ ഇതൊന്നുമല്ല മെയിനായിട്ട് വിൽക്കണേ. പിന്നെ ഹൈഡ്രോഫോണിക്. ഹൈഡ്രോഫോണിക്കാ? അതെന്താണ്? ഹൈഡ്രോഫോണിക് ഫ്രം കാലിഫോർണിയ, മെയ്ഡ് ഫ്രം പ്യൂറസ്റ്റ് ഫോം ഓഫ് മർജുവാന. നിന്റെ അമ്മൂമ്മയുടെ ഹൈഡ്രോഫോണിക് ഫ്രം കാലിഫോർണിയ. സാറേ ഇവന്മാരുടെ പേരൻസ് പുറത്തു വന്നിട്ടുണ്ട്. അവരുടെ അവിടെ നിൽക്കാൻ പറ, നമുക്ക് സ്കൂളിൽ പോവാം. സ്കൂളിൽ നിന്നല്ല എല്ലാം തുടങ്ങിയത് അല്ലടാ. എന്തൊക്കെയാടാ ഈ കൊച്ചു കേരളത്തിൽ നടക്കണേ? Wow, nostalgia. Smell of good old days. സാധനം വെളിയിലിട്ടുണ്ട് നിൽക്കാൻ. ഇവൻ പിന്നെ നിക്കറിലാണോ ഉള്ളത്? ഇന്നലെ ഇവിടെ നടന്നു വന്ന് സാറ് കണ്ടില്ലായിരുന്നല്ലോ. യുദ്ധമായിരുന്നു, യുദ്ധം. പിള്ളേര് മൈനറാണ്, കേസൊന്നും എടുക്കാൻ പറ്റൊന്നുമില്ല. മൈനറാ? കൊടും ക്രിമിനലുകളാ അവര്. പ്രായം നോക്കാതെ പിടിച്ച് അകത്തിടണം. വളർത്തി വിട്ടേക്കുന്നു. 4 ലക്ഷം പഠിപ്പിച്ചു കൊടുക്കുന്ന ഗുരുനാഥൻ വരെ അമാരെ കൈവച്ചത്. ഗുരുദാസ് സാർ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. പിള്ളേരെ നന്നാക്കാൻ അറിയില്ലെങ്കിലേ പിന്നെ എന്തിനാണാവോ ഇങ്ങോട്ട് കയറി വരുന്നത്? പുസ്തകത്തിലുള്ള പഠിപ്പിക്കാനാ ഞങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നത്. അല്ല അവന്മാര് കള്ളു കുടിച്ചോ കഞ്ചാവ് കുടിച്ചോന്നോ നോക്കാനല്ല. പുസ്തകത്തിലുള്ളത് പഠിക്കുകയാണെങ്കിൽ പുസ്തകം മേടിച്ച് വീട്ടിൽ വെച്ച് പഠിച്ചാൽ പോയി. വേഷം കെട്ടി ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ? പിള്ളേര് ക്ലാസ്സില്ലാത്തപ്പോ എവിടെ പോണോ എന്തിനു പോണോ എന്നൊക്കെ നമുക്കെങ്ങനെ അറിയാം? സാറേ അവര് വീട്ടിൽ വെച്ച് ഇതൊന്നും ഉപയോഗിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. സ്കൂളിൽ വെച്ച് ഉപയോഗിക്കുന്നത് ഞങ്ങളും കണ്ടിട്ടില്ല. പിന്നെ ഇവന്മാർ എവിടെ വെച്ച് ഉപയോഗിക്കുന്നു? അതന്വേഷിക്കാനല്ലേ പോലീസ്. അങ്ങോട്ട് ചോദിക്കും. പിള്ളേർ എവിടെ പോണേ ഇങ്ങോട്ട് പോകണം നോക്കിയിരിക്കില്ല പോലീസിന്റെ പണി. പോലീസിന്റെ പിന്നെ എന്തോ പണി? വളവിൽ പമ്മി ഇരുന്ന് പെറ്റി അടിക്കലോ. കുട്ടേട്ടൻ തന്നപ്പോ നമ്മള് നിന്റെ കുട്ടേട്ടൻ കുറച്ച് പച്ച ചാണകം വാരി തന്നാ നീ തിന്നോ? ഇല്ല. നിനക്കൊക്കെ തിരിച്ചറിവാനേ പ്രായമായില്ലേ? ഇവിടുത്തെ കൊച്ചു പിള്ളേരായാലും പരിചയമില്ലാത്ത ആരെങ്കിലും മിഠായി കൊടുത്താലും ബിസ്ക്കറ്റ് കൊടുത്താലും തിന്നൂല്ലോടാ. പിന്നെ കുട്ടേട്ടനെ പരിചയമുള്ളതുകൊണ്ടാണ്. എന്റെ അമ്മൂമ്മയുടെ കുട്ടേട്ടൻ, എന്റെ ഹൈഡ്രോഫോണിക് ഫ്രം കാലിഫോർണിയ. നീയൊക്കെ കുട്ടേട്ടൻ സാധനം വലിച്ചേരിട്ട് ആരൊക്കെ ഉപദ്രവിച്ച് എന്തൊക്കെ ചെയ്തു വല വിട്ടോടാ. ഇതൊക്കെ ഉപയോഗിക്കുമ്പോ സ്വയം ബാഹുബലിയാണെന്ന് നിനക്ക് തോന്നും. പക്ഷെ ബോധമുള്ളമാരും ഉമ്മാർക്ക് പ്രാന്താന്ന് പറയുള്ളൂ. സാർ ഇത്തവണത്തേക്ക് സാർ ക്ഷമിക്കണം. ഇനി ഇത് ആവർത്തിക്കത്തില്ല, ഞാൻ ഉറപ്പുവരാം. എന്തുറപ്പാടോ? ഇന്ന് ഉമ്മാർക്ക് സാധനം ഫ്രീ ആയിട്ട് കിട്ടി. നാളെ കാശ് കൊടുത്ത് വാങ്ങേണ്ടി വരും. അപ്പൊ വീട്ടിൽ നിന്ന് മോഷ്ടിക്കാൻ തുടങ്ങും. ഇനി വീട്ടിൽ നിന്ന് കിട്ടിയില്ലെങ്കിലോ നാട്ടിലിറങ്ങി മോഷ്ടിക്കും. കാശിന് വേണ്ടി പിടിച്ചു പറിക്കും, വെട്ടും, കുത്തും, ആളെയും കൊല്ലും. ഇപ്പൊ ഈ നിൽക്കുന്ന നിൽപ്പുണ്ടല്ലോ, ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ കോടതി വരാന്തയിലോ നിൽക്കും. അതിനധികം സമയമൊന്നും വേണ്ടി വരില്ല. ഇപ്പൊ പിടിച്ചോണ്ട് പിടിച്ച് പോരാത്തതിന് സ്കൂളിൽ നിന്ന് കേസ് കൂടി തന്നിട്ടുണ്ട്. ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ പ്രശ്നമുണ്ടാക്കിയവന്മാരെ ഇനി ഇതിനകത്ത് കയറ്റാൻ പറ്റത്തില്ല. മദറിന് ഉറപ്പുണ്ട് ഇവന്മാര് മാത്രമാണ് ഇവിടെ ഡ്രഗ്സ് ഉപയോഗിക്കണേന്ന്. ഈ സ്കൂളിലെ പെൺകുട്ടികൾ ഉൾപ്പെടെ പല കുട്ടികളും ഇവന്റെ ഡ്രഗ്സ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഇമാര് തല്ലുപിടി ഉണ്ടാവോ? മനോജ് സാറിന്റെ തലയ്ക്ക് 8 സ്റ്റിച്ചാണ്.
ജീവൻ പോവാഞ്ഞ ഭാഗ്യം. അയാൾക്കത് കിട്ടണം. എന്നെ തള്ളിയപ്പോ വല്ല ഡയലോഗായിരുന്നല്ലോ. മുജീബ് സാറിനെ തല്ലിയത് പിള്ളേരാ, പക്ഷെ എന്നെ തല്ലിയത് ഇവരല്ല. പിന്നാരാ? അവരുടെ ഉള്ളിൽ കിടന്ന സാധനമാണ്. എനിക്ക് പരാതിയൊന്നുമില്ല സാറേ. പിള്ളേര് പരീക്ഷ എഴുതട്ടെ. അങ്ങേർക്ക് പരാതിയൊന്നും ഇല്ലായിരിക്കും, പക്ഷെ പരാതിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. ഇന്നമാര് തല്ലി തലയടിച്ചു പിടിച്ചു, നാളെ ആരെങ്കിലും കൊല്ലും. അപ്പോഴും പരാതിയൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ മതി. അത് കേട്ട് തലകുലിക്ക് വരാൻ ഒരു പോലീസ് ഓഫീസറും. സാറേ, 4-5 അടി കൊടുത്താലേ ഇവന്മാര് നന്നാവുള്ളൂ. താൻ ഇത്ര ആള് തല്ലിയല്ലോ, എന്നിട്ട് അവന്മാര് നന്നായോ? അടിക്കാതെ പിന്നെ എല്ലാ പ്രശ്നത്തിനും അവസാനം പിള്ളേരെ പിടിച്ച് തല്ലിയാൽ മതിയല്ലോ. എടോ, പിള്ളേരോട് സംസാരിക്കണം, കാര്യങ്ങൾ ചോദിക്കണം. ഒരു സാധാരണ സ്കൂൾ വിദ്യാർത്ഥി ഇമാതിരി സാഹചര്യങ്ങൾ എങ്ങനെ എത്തുന്നു? എങ്ങനെ ഇവർക്ക് ഈ സാധനങ്ങൾ കിട്ടുന്നത്? ആരൊക്കെ ഇവരുടെ കൂട്ടുകാര്? ഇതാർക്കെങ്കിലും അറിയാമോ? ഇതിനെപ്പറ്റി ഏതെങ്കിലും സാറുമാരെ അന്വേഷിച്ചിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് പാരന്റ്സ് ഇതിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? സ്കൂൾ വിട്ടിട്ട് വൈകിട്ട് വീട്ടിൽ പോയി എന്താ ചെയ്യാറ്? വീടിൻ്റെ അടുത്ത് ഫുട്ബോൾ കളിക്കായിരുന്നു സാറേ. ഇപ്പം ഇല്ല. അതെന്താ ഇപ്പൊ കളിക്കാത്ത? ബോൾ നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ കളിക്കാൻ പോയിക്കൂടെ? നേരത്തെ ഗ്രൗണ്ടിൽ പോയിരുന്നു. ഇപ്പൊ എന്താ പോവാറില്ലേ? നമ്മുടെ ചരിത്ര പോരാട്ടങ്ങളുടെ ചരിത്രമാണ് കർഷകരുടെ ഭൂസമരങ്ങൾ, തൊഴിലാളികളുടെ അവകാശ സമരങ്ങൾ, ഭരണഘടനയുടെ രൂപീകരണം, ഈ നാട്ടിലെ ഹൈന്ദവ വിശ്വാസങ്ങൾ. എന്നാ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ ഗ്രൗണ്ടിൽ കളിച്ചൂടെ? സ്കൂൾ ഗ്രൗണ്ട് ബസ് സ്റ്റാൻഡോ? പിള്ളേരെ കളിക്കുന്ന ഗ്രൗണ്ടിലാണ് സ്കൂൾ ബസ് ഇടാൻ. പിന്നെ ഗ്രൗണ്ടിലല്ലാതെ പുറപ്പുറത്തോണ്ട് ഇടാൻ പറ്റുമോ? ബസ് ഇട്ടില്ലെങ്കിൽ അയാൾ സമ്മതിക്കില്ല. ഫുൾ ടൈം പിള്ളേരുടെ പുറകെ വടിയായി പോയി അടിച്ചോടിക്കും. അതാ അയാളുടെ രീതി. എടോ സാറേ, പിള്ളേർക്ക് ഗ്രൗണ്ട് കളിക്കാനുള്ളതാണ്, അല്ലാണ്ട് നിങ്ങൾക്ക് ബസ് ഓടിച്ച് കളിക്കാനുള്ളതല്ല. കളിച്ചടക്കേണ്ട പ്രായത്തിൽ ഗ്രൗണ്ട് അടച്ചു കൂട്ടിയിട്ട് പിള്ളേരെ കളിക്കാൻ സമ്മതിക്കാതെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും കൊടുക്കാതെ എവിടെയെങ്കിലും അടങ്ങി ഒതുക്കി ഇരിക്കാൻ പറഞ്ഞാൽ അവരെന്തെങ്കിലും വലിച്ചേറ്റി എവിടെയെങ്കിലും പോയിരിക്കും. പിന്നെ ഇത് പുകയിലേക്കൂല, സിന്തറ്റിക് ആവും, അവന്റെ അമ്മൂമ്മയുടെ ഹൈഡ്രോഫോണിക് ആവും. അടി ഇടി പിന്നെ സ്വബോധമില്ലാത്ത അടി. പോലീസ് കേസ് ഇതുവരെ എത്തി. ഇനി അടുത്തോട് ഞാൻ പറഞ്ഞുതരാം, മറ്റേ സ്ഥലങ്ങളെ പോലെ തോക്ക് മാറ്റി സ്കൂളിൽ കയറുമായിട്ട് പൊട്ടിക്കും. അതും ഈ കേരളം കാണേണ്ടി വരും. അന്നേ നിങ്ങളിതൊക്കെ തിരിച്ചറിയുള്ളൂ. കേട്ടോ? പിള്ളേരെ വ്യക്തിത്വ വികസനത്തിനും സ്വഭാവ രൂപീകരണത്തിനും നിങ്ങൾ എന്തെങ്കിലും മാങ്ങാത്തലൂടെ ചെയ്യുന്നുണ്ടോ? സാർ അങ്ങനെ അധിക്ഷേപിക്കരുത്. കുട്ടികളുടെ ആത്മീയവും ഭൗതികവുമായ വികാസത്തിൽ ഊന്നി തന്നെയാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത്. എങ്ങനെ ഊന്നി? എന്തൂന്നി? എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഞങ്ങൾ മുടങ്ങാതെ പ്രയർ ചൊല്ലിക്കാറുണ്ട്. ബെസ്റ്റ്. സാർ വിചാരിക്കുന്നവരല്ല, ഒരു മതത്തിന്റെ മാത്രമൊന്നുമല്ല, എല്ലാ മതത്തിന്റെ പ്രാർത്ഥനകളും ഞങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. പിന്നെ ഓരോ മതത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രാർത്ഥിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. എന്നിട്ട് എന്തെങ്കിലും മാറ്റമുള്ളതായിട്ട് സാറിന് തോന്നണ്ടോ? പ്രാർത്ഥിക്കാനാണെങ്കിൽ ഒരുങ്ങിക്കെട്ടി ഇങ്ങോട്ട് വന്നോ, വല്ല പള്ളിയിലോ അമ്പലത്തിലോ പോയിരുന്നാ പോരെ. എന്നാ പിന്നെ പൊങ്കാലയും പള്ളിപ്പെരുന്നാളും ഉറൂസും കൂടി സ്കൂളിൽ വെച്ചെടുത്താ. കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത് അറിവ് നേടാനും സ്വന്തം കഴിവുകൾ തിരിച്ചറിയാനും സ്വഭാവ രൂപീകരണത്തിനും വേണ്ടിയാണ്, അല്ലാണ്ട് ഭക്തി പഠിപ്പിക്കാനില്ല. അതിനൊക്കെ അതിൻ്റെതായ സ്ഥലങ്ങളും ഉണ്ട്, ആളുകളും ഉണ്ട്. അത് അവര് നോക്കിക്കോളും. പിന്നെ നിങ്ങളുടെ ജോലി പഠിക്കുന്ന പിള്ളേരെ പഠിപ്പിക്കൽ മാത്രമല്ല, പഠിക്കാത്ത പിള്ളേരെ നേർവഴിക്ക് കൊണ്ടുവരാനും കൂടിയാണ്. കേട്ടോ? അവന്റെ അമ്മൂമ്മയുടെ ഹൈഡ്രോഫോണിക് ഫ്രം കാലിഫോർണിയ. അല്ലല്ല സാറേ, ഞാൻ ഇനി ആവർത്തിക്കില്ല. അച്ഛനാണ് സത്യം. മനു പി സദാശിവ, യെസ് മദർ. നീയും ഈ സ്കൂളിലല്ലേ പഠിച്ചത് മനു പി സദാശിവൻ? പൂർവ്വ വിദ്യാർത്ഥി സംഘം. എന്നിട്ട് താൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? തന്നെ കണ്ടോ പറയില്ലല്ലോ ഇതാണ് പണിയെന്ന്. പിന്നെ മദർ എന്ത് വിചാരിച്ച്? നട്ടുച്ചയ്ക്ക് ജാക്കറ്റും വലിച്ചേറ്റി ഹുഡി ഇട്ടിട്ട് മാസം കാണിച്ച് ഹലോ ഓഫീസർ ഡ്രഗ്സ് വേണമെന്നും പറഞ്ഞ് ചോദിക്കുന്നോർത്തോ? ഇതേപോലെ സിമ്പിൾ ആയിട്ട് പെണ്ണ് കാണാൻ പോണ ചെക്കനെ പോലെ ആയിരിക്കും വന്നിരിക്കണത്. ഇവനെ പോലെ ഉള്ളവന്മാരാ സാറേ പിള്ളേരെ വഴിതെറ്റിക്കുന്നത്. ഇപ്രാവശ്യത്തേക്ക് അവസാനത്തെ ഒരു അവസരം പോലെ സാർ ഒന്ന് ക്ഷമിക്കേ. ഇവനോടോ? അല്ല, എൻ്റെ മോൻ്റെ കാര്യ. ഇനി അവരങ്ങനെയൊന്നും ചെയ്യില്ല. ഇതൊന്നും ഒരിക്കൽ ഉപയോഗിച്ചാൽ പിന്നെ നിർത്താനൊന്നും പറ്റത്തില്ല, പ്രത്യേകിച്ച് അവന്മാരെ പോലെ കുരുത്തക്കണ്ടമാർക്ക്. ഇനിയിപ്പോ നിർത്തിയാൽ തന്നെ വീണ്ടും ഉപയോഗിക്കാതിരിക്കാനുള്ള ക്യാരക്ടർ ഉണ്ടോ? ഇല്ല. സാറേ, സാറൊന്ന് ഇങ്ങോട്ട് വന്നേ. ഇങ്ങ് വാ സാറേ. സാറൊന്ന് ചിരിച്ചേ. എന്തിന്? ചുമ്മാ ചിരിക്കു സാറേ. ഇങ്ങനെയല്ല, പല്ല് കാണിച്ചിരിക്കാൻ.
ഫുൾ കറയുള്ള ഈ കാണുന്നതാണ് ചൗന്നിരിക്കണത്. മുറുക്കാൻ എല്ലാരും ചോദിക്കാറില്ലേ? ഇത് ലഹരിയൊന്നും അല്ലല്ലോ. ഈ നിസ്സാരമായ മുറുക്കാൻ സാറിന് നിർത്താൻ പറ്റാണല്ലേ? നേരത്തെ പറഞ്ഞ ക്യാരക്ടർ സാറിനില്ലായിരിക്കും അല്ലേ? സാർ മുറുക്കാനും സിന്തറ്റിക്കും കൂടെ കമ്പയർ ചെയ്യണോ? നമ്മുടെ കാലത്ത് പെട്ടിക്കടയിൽ മുറുക്കാൻ കിട്ടിയിരുന്ന പോലെ സിന്തറ്റിക് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ മുറുക്കാൻ ചോദിക്കണ പലരും സിന്തറ്റിക് ഉപയോഗിച്ചാണ് അല്ലേ സാറേ? അത് ശരി. സാറ് പിള്ളേരുടെ കാര്യം നോക്കിയാൽ മതി, നമ്മുടെ കാര്യം നോക്കാൻ നമുക്കറിയാം. മുജീബ് സാറെ പണങ്ങല്ലേ? സാറിനിങ്ങനെ എന്റെ പേരറിയാം. സാറ് പിള്ളേരുടെ ഇടയിൽ ഭയങ്കര ഫേമസ് അല്ലേ? അത് പിന്നെ നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു സാറേ. നമ്മുടെ പിള്ളേർ നന്നാണ്, അത്രേ ഉള്ളൂ. അത് പിള്ളേർക്കും അറിയാം. അതിന്റെ സ്നേഹം അവർ പറ്റുന്ന രീതിയിൽ കാണിക്കും, അത്രേ ഉള്ളൂ. ശരിക്കും മുജീബ് സാറല്ല ഫേമസ്. പിന്നെ സാറ് പറഞ്ഞ സത്യമാണ്. അവന്മാരോട് പറ്റുന്ന രീതിയിൽ അവർ സ്നേഹം കാണിച്ചിട്ടുണ്ട്. മാഷന്മാരും കൊള്ളാം, പിള്ളേരും കൊള്ളാം. അത് പറഞ്ഞപ്പോ അങ്ങേർക്ക് പൊള്ളി. ഇതുപോലുള്ള അധ്യാപകന്മാരും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന ഈ സ്കൂൾ ഇല്ലാതാക്കുന്നത്. എടാ തന്നെയല്ല കഴിഞ്ഞ മാസം വെള്ളം അടിച്ച് വണ്ടി ഓടിച്ച് ഞാൻ പെറ്റടിച്ചത്. അതുമാത്രമല്ല സാറേ പ്രശ്നം. പിന്നെന്താ പ്രശ്നം? ഒരു പ്രേമത്തിൽ തുടങ്ങിയ കുഴപ്പങ്ങളാണ് ഇതൊക്കെ. പ്രേമത്തിന് കുഴപ്പം? പ്രേമത്തിനല്ല, പ്രേമത്തിന് ശേഷമാണ് കുഴപ്പം തുടങ്ങിയത്. പ്രേമത്തിന് ശേഷം കുഴപ്പം? വെറുതെ അനാവശ്യം പറയാൻ കരുത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാ ക്ലാസ് കട്ടിയ സിനിമയ്ക്ക് പോയത്. വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ ആര് സമാധാനം പറയും? പിള്ളേരാകുമ്പോ തെറ്റുകളും കുറ്റങ്ങളൊക്കെ പറ്റും. അത് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താതെ അവരെ കുറ്റപ്പെടുത്തി നാണം കെടുത്തി അപമാനിച്ച് ആത്മഹത്യയുടെ വക്കിൽ കൊണ്ട് എത്തിക്കുന്നത് എവിടുത്തെ ന്യായ? പറ. എന്റെ മോൾ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ആര് സമാധാനം പറയായിരുന്നു? ആഹാ, ഇപ്പൊ നമ്മൾ ഇടപെട്ടതായോ പ്രശ്നം? ഇവളുമാരി ഒരുങ്ങി കെട്ടി വരുന്ന തന്നെ ആമ്പിള്ളേരെ കാണിക്കാനാണ്. അതെ ലേഡീസറെ, ഈ ഒരുങ്ങി വന്ന് എന്താ കുഴപ്പം? അല്ല സാറിന് എങ്ങനെ എന്റെ പേരറിയാം? എനിക്ക് ലേഖ ടീച്ചറിന്റെ പേരും അറിയാം, ബിൻ സാറിന്റെ പേരും അറിയാം. അതെന്താ സാറേ അങ്ങനെ ഒരു ടോക്ക്? ഞങ്ങൾ രണ്ടുപേരെയും കുറിച്ച് സത്യവിരുദ്ധമായ അവന്മാരെന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്നും അറിയണല്ലോ സാറേ. ടീച്ചർ അത് കാണണ്ട, കാണാതിരിക്കുന്ന നല്ലത്. അതെന്ത്? അതെ എന്റെ ചിഞ്ചു എങ്ങനെ അറിഞ്ഞുണ്ടല്ലോ, ഞാൻ പിന്നെ ജീവൻ അവിടെ കാണില്ല. ഇങ്ങനെ സില്ലി ആവല്ലേ ബിലു സാറേ. ഒന്ന് പോ ടീച്ചറെ, വെറുതെ പിള്ളേരെ കൊണ്ടാണ് ഇതൊന്നും പറയിപ്പിക്കാൻ. ബിൻ സാറേ ഇതേ വെള്ളം കുടിച്ചത്. നിങ്ങൾ പിള്ളേരെ കുറിച്ച് ഗോസിപ്പറിക്കുക, പിള്ളേരെ നിങ്ങളെ കുറിച്ച് ഗോസിപ്പറക്കും. നിങ്ങളെ കണ്ടാണ് അവരും പഠിക്കണേ. പിന്നെ മൂത്രപ്പുരയിൽ പേരില്ലാത്ത ഒരേ ഒരാളുള്ളൂ, പിള്ളേരോട് സ്നേഹത്തിൽ പെരുമാറുന്ന, അവരെ മനസ്സിലാക്കുന്ന, അവരോട് ഇടപഴകുന്ന മനോജ് സാറിന്റെ പേര്. ഇനി ഇമാതിരി സാധനങ്ങൾ വാങ്ങിച്ചടിക്കരുത്. ജീവനി കൊതിയുള്ളോണ്ടാ. സാറാണ് നിങ്ങൾ അറിഞ്ഞില്ല സാറേ. നന്നായി. സാറ് നിങ്ങളോട് ക്ഷമിക്കണം. സാരമില്ല, നീയൊക്കെ പഠിച്ചെങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ നോക്ക്. ചുമ്മാ മറ്റുള്ളവരുടെ ആയുസും സമാധാനം കളയാനായിട്ട്. സാറേ ഡ്രിപ്പ് തീർന്നതോ ബ്ലഡ് കയറി പോണു. എങ്ങോട്ട്? ആ ഈ കെയറിങ് ഒന്നും ഞാൻ ഗ്രൗണ്ടിൽ കണ്ടില്ലല്ലോ മോനെ. നിങ്ങളുടെയൊക്കെ സാറുമാർ നിങ്ങളോട് ക്ഷമിക്കുമായിരിക്കും, പക്ഷെ ഇവിടുത്തെ നിയമത്തിനും കോടതിക്കാൻ ആവശ്യമില്ല. മനസ്സിലായോ? നീയൊക്കെ വലിച്ചും കുടിച്ചും കയറ്റിയിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ എത്രത്തോളം നിങ്ങൾക്കറിയാമോ? എടാ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഹയ്യൊക്കെ ഇല്ലേ, ഇതിന്റെ കെട്ടിറങ്ങുമ്പോൾ ലോ ആവും, പിന്നെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും, ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കണമെന്ന് തോന്നും, പിന്നെ ഇത് അഡിക്ഷനാവും. ശരീരം മനസ്സ് മാത്രമല്ല സാമാനം വരെ അടിച്ചു പോകും. പിന്നെ ഇതൊക്കെ തൂക്കിയിട്ടുണ്ട് നടക്കാൻ പറ്റുള്ളൂ, ഒരു കാര്യത്തിനും ഉപകരിക്കൂല. നീയൊക്കെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് എൻ്റെ മുമ്പിൽ നടക്കും. പിന്നെ എടാ പറയുന്നതെല്ലാം തലയിൽ കയറണ്ടോ മണ്ടന്മാരെ, മനസ്സിലാവണ്ടോ? അവസാനം കിളിയും പോയി പരസ്പര ബന്ധമില്ലാണ്ട് പിച്ചും പെയും പറഞ്ഞു നടക്കും. ഏറിപ്പോ പിന്നെ നിലത്തോട്ട് ഇറങ്ങാൻ പറ്റൂല. സ്വന്തം അനുഭവം കൊണ്ട് പറയണടാ, അല്ലാണ്ട് നിന്നെയൊക്കെ നന്നാക്കാൻ എനിക്ക് തരാം വേദന. പിള്ളേര് 4 പേര് പരീക്ഷ എഴുതും ഈ സ്കൂളിൽ തന്നെ. പിന്നെ ബസ് ഇടാൻ വേറെ സ്ഥലം നോക്കിക്കോളാം. നാളെ 2 പോലീസുകാരെ ഞാൻ ഇങ്ങോട്ട് വിടും. ഗ്രൗണ്ടിൽ പിള്ളേരെ കളിക്കണമെങ്കിൽ ലൈവായിട്ട് കാണണം കേട്ടാ മുജീബ് സാറേ. ഈ സ്കൂളിൽ നിന്ന് ഇനിയൊരു കുട്ടി ഇതുപോലത്തെ ഒരു കേസിൽ പോലീസുകാരിൽ കിട്ടിയ വീട്ടുകാർ മാത്രമല്ല പ്രിൻസി തൊട്ട് മണിയടിക്കുന്ന പ്യൂൺ വരെ DVST ഓഫീസിന് മുമ്പിൽ ഒന്ന് നിരന്നേക്കും. മനസ്സിലായോ? അവള് നിന്നെ വിളിച്ചായിരുന്നോടാ? എവിടെന്ന്? അതിനുശേഷം അവളുടെ ഒരു അനക്കവും ഇല്ല.
DP ഇല്ല, വിളിച്ചാ കിട്ടുന്നതും ഇല്ല. അപ്പൊ ബ്ലോക്ക് ആക്കി. അല്ലേലും ഇവളുമാരല്ലേ ഇങ്ങനെ. എന്റെ കഷ്ടകാലം. എന്തോ നഷ്ടകാലം? നീ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. അവക്കെന്നെ ഇഷ്ടമെന്ന് അറിയുന്നവരെ എനിക്കെല്ലാം ഓർമ്മയുണ്ട്. എന്റെ ലൈഫിലെ ബെസ്റ്റ് ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നു ഞാൻ. പിന്നെ എല്ലാം ബ്ലറായിരുന്നു. അടി ഇടി മയക്കുമരുന്ന് പോലീസ് ജയില്. കുട്ടേട്ട എവിടെയാണ് എന്തോ. കുട്ടേട്ടൻ തേങ്ങ മനുഷ്യനെ വഴി തെറ്റിക്കാനായിട്ട്. നിനക്കൊക്കെ ഉറങ്ങാൻ പറ്റുന്നുണ്ടാടാ? എവിടെന്ന്? ഞാൻ പിന്നെ ഉറങ്ങുന്ന പോലെ അങ്ങ് ആക്ട് ചെയ്യും. ഇല്ലേ വീട്ടുകാർ വിചാരിക്കും ഇനി ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഉറങ്ങാൻ പറ്റാതിരിക്കുകയാണ്. ഞാൻ ഈ നാട് വിട്ടാലോ എന്ന് ആലോചിക്കുകയാണ്. എനിക്കിനി നാട്ടുകാരെ ഫേസ് ചെയ്യാൻ വയ്യ. ഏയ് ഇത്ര നാളായില്ലേ നാട്ടുകാരതൊക്കെ മറന്നു കാണും. അല്ലേ തന്നെ നമ്മളെ കാര്യം നോക്കിയിരിക്കില്ലല്ലേ നാട്ടുകാരുടെ പണി. അല്ലേലും ഇത് എല്ലാരും അറിഞ്ഞൊന്നും കാണൂല. സ്കൂള്, പോലീസ്, വീട്ടുകാര്, അത്രേ ഉള്ളൂ. ചുമ്മാ വളരുന്നല്ല നിങ്ങൾക്കൊട്ടും വയ്യാണ്. ഇമ്മലുള്ള കഞ്ചാവ് MD മേടിച്ചിട്ടിരിക്കും. കയ്യിലെല്ലാം കിട്ടുന്നത് കയറി തരും. നമ്മളെ കുറച്ചു കാലത്തേക്ക് ഇനി ഒരുമിച്ച് ഒരിടത്തും ഇരിക്കണ്ട. എടാ മോനെ, ഇവനെ നിനക്ക് പരിചയം വല്ലതും ഉണ്ടോ? ഇല്ല, ഇത് ആരാമാ? കഴിഞ്ഞ ദിവസം ഡ്രഗ്സ് അടിച്ച് പോലീസിനെ കുത്തിയവനാ. ഇനി ഇവന്റെ വല്ല കമ്പനിക്കാരനാണോ അറിയാൻ വേണ്ടി ചോദിച്ചില്ല. പകറ്റാതെ കൂടെ ചേർക്കാം നമ്മുടെ തലമുറയിൽ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക്. ചോദിച്ചാ വൈകിട്ട് ചക്കനെ കൊണ്ട് എത്തൂലേ? ചുവട് വയ്ക്കാം ചുംബയ്ക്കൊപ്പം, നോ പറയാം ഡ്രഗ്സിനോട്. എന്റെ പൊന്ന് അയൽവാസി മാമ എന്തിനു തരുന്നു ട്രോമ, ചുറ്റിലും എന്തൊരു ഡ്രാമ, ഇതെങ്ങനെ പോയാൽ കോമ. ഇതൊക്കെ എന്തിനാ? എന്റെ കർത്താവേ, ഇവന്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന സിന്തറ്റിക് സത്താന്റെ പിടിയിൽ നിന്ന് ഇവരെന്ന് വിടുവിപ്പിക്കണമേ അപ്പാ. അങ്ങയുടെ കൃപ ഇവന്റെ മേൽ ചൊരിയുമാറാകണമേ. മുന്നിൽ പുഞ്ചിരി തൂകണ ചേച്ചി, പിന്നിൽ എന്തിനെ ചടി കാച്ചി, പല ദൂഷണം പരത്തണ പൂച്ചി, എല്ലാ വീട്ടിലും മാറി പാടി ചേച്ചി എന്തിനെ ഇങ്ങനെ കാട്ടി, നാട്ടിലും വീട്ടിലും മാറ്റി. ഞാൻ വിചാരിച്ചു നിന്റെ മോനെ പിടിക്കാൻ വന്നതായിരിക്കും പോലീസ് എന്ന്. അവരാകെ കേട്ടത് പാതി, ബാക്കി കയ്യെന്നിട്ടങ്ങ് പാടി. ഇത് ദിവസേന കഴിക്കണം. നിന്റെ ബ്ലഡിലുള്ള ഡ്രഗ്സിന്റെ അംശം മുഴുവൻ ശുദ്ധീകരിക്കും. കൊച്ചു കേരളത്തിൽ നടക്കണത്. അടി വെച്ച തീവ്രവ്യാധി അണ്ടനും അണ്ടനുമാതി ചിന്തകരോ അവരാതി. ജോയിന്റ് കഞ്ചാവ് ഇവൻ കള്ളും കഞ്ചാവ് വലിച്ച് തിരിഞ്ഞു. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കണത്? എന്തൊക്കെയാണ് നടക്കുന്നത്? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കണത്? ഒന്നുമില്ല സാറേ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കണത്? അയ്യേ, കണ്ണീന്നൊക്കെ ഒലിക്കണേ. നാണം ഉണ്ടാടാ പട്ടിയെ പോലെ വാങ്ങാൻ വാണമേ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കണത്? അണ്ണന്മാരെ, എന്റെ സാറിനെ ഒന്ന് തല്ലണം. ഭയങ്കര ചൊറയാ. പൊട്ടിക്കണോന്ന് പറഞ്ഞാൽ നിങ്ങളെ സാറിനെ പൊട്ടിച്ചടങ്ങല്ല, ജസ്റ്റ് ഒന്ന് തല്ലിയത്. യോ, കഞ്ചാവ് മേടിക്കാനുള്ള കാശ് കേട്ടോ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കണത്? അതെ, ഞാനൊരു കാര്യം പറയട്ടെ. നാട്ടുകാർ പറയുന്ന കേട്ടിട്ട് ഇരിക്കാനാണെങ്കിലേ ദേവിടെങ്കിലും ഇരിപ്പേ ഉണ്ടാവുള്ളൂ. ഉള്ള സമയത്ത് 4 അക്ഷരം പഠിച്ച് ഒരു ജോലി ഉണ്ടാക്കാൻ നോക്കും. ടോട്ടൽ ഇൻകം ഓർ നാഷണൽ ഇൻകം ഓഫ് ദ ഡയഗ്രാം വി ക്യാൻ കാൽക്കുലേറ്റ് ദ. ആ ക്രാപ്പ് ഒന്ന് ചവിടുന്ന നിർത്താവോ? ആ, എന്തായി മക്കളെ റിസൾട്ടിന്റെ കാര്യമൊക്കെ? വന്നിട്ടില്ല, ഇപ്പൊ വരും. അല്ല, ഇത് കഴിഞ്ഞാൽ എന്താ പ്ലാൻ? എന്തായാലും ഈ നാട്ടിൽ നിൽക്കുന്നില്ല. ഓ, പാസ്സായ അപ്പൊ തന്നെ നാട് വിടും. അച്ഛാ, ഡിഗ്രി പഠിക്കാൻ വേണ്ടി നമ്മൾ UK പോകാൻ നിൽക്കുന്നത്. UK അതാകുമ്പോ പാർട്ട് ടൈം ആയിട്ട് ജോലിയും ചെയ്യാം, കാശും കിട്ടും. നല്ല രസമാ. അപ്പൊ നീ UK പോണത് കാര്യമായിട്ട് പറഞ്ഞാണല്ലേ? പിന്നെ ഇവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല. ഓ, ആയിക്കോട്ടെ. പിന്നെ റിസൾട്ട് വന്നാ പെട്ടെന്ന് അറിയിക്കണം. ഞാൻ ഫ്ലെക്സ് കടയിൽ പോയിട്ട് വരാം. നോക്ക്. പിന്നെ ഓ,
ഫോട്ടോയുടെ ക്ലാരിറ്റി ഒട്ടും കുറയണ്ട. ഇല്ല സൈസും കുട്ടിക്കോ എന്റെ. അതൊക്കെ ഞാൻ ചെയ്തോളാടാ. നിങ്ങളൊക്കെ അടിപൊളിയാണെന്ന് നാട്ടുകാരെ അറിയട്ടെ. ഡേയ് തോറ്റാന്തിയും ഞാൻ എന്തായാലും ജയിക്കും. അതെ എടാ ഞാൻ തോക്കുന്ന ഡൗട്ട് ഉണ്ടാ. അത് പരീക്ഷയ്ക്ക് മുന്നേ ഇരുന്ന് ആലോചിക്കണമായിരുന്നു, ഇരുന്ന് പഠിക്കണമായിരുന്നു. ആര് ജയിച്ചാലും തോറ്റാലും ഞാൻ കയറി പോവും. എന്നെ തടയാൻ നിൽക്കരുത്. ഞാനും പോവും. സൂപ്പർ, അടിപൊളി, നൈസ് നൈസ്. സൈറ്റ് വന്നിട്ടുണ്ട്. അജിന്റെ നമ്പർ പറ. ഫസ്റ്റ് ഞാനാ. നീ തന്നെ. 11 തോക്കൂ 11 90 വന്നാ 228 220 കർത്താവേ. അജിൻ പാസ്സായി. പിന്നെ അജിൻ തൂക്കായിരിക്കോ? അജിൻ ഈസ് ബാക്ക്. എന്റെ നോക്ക് നമ്പർ പറ. 11 90 225. അമ്മ ഞാൻ ജയിച്ചു ചേട്ടാ. ജയിച്ചടാ. നിന്റെ ജയിച്ച സ്ഥിതിക്ക് എന്റെ നോക്കണോ? പറ 11 90 235. എന്താ എന്ത് തോറ്റ്. ഇതെങ്ങനെ സംഭവിച്ചു? നീ നിന്റെ ഫോണിൽ നോക്കിയേ. നിന്റെ ഫോണിലൂടെ നോക്കണല്ലോ. എടാ ഏത് സ്ഥാനത്ത് നോക്കിയാലും തോറ്റതല്ലേ. അയ്യേ, ഉമ്മച്ചി ഇതറിഞ്ഞ ഉമ്മന്റെ കവാലടിച്ച് തിരിക്കും. നിന്റെ ഷോ കാരണമാണ്. നീ നിന്റെ നോക്കിയാണ്. നോക്കങ്ങോട്ട്. എന്റെ പിന്നെ നോക്കാം. കളിക്കാ നോക്കടാ. പിന്നെ നോക്കാനാ. ഒരുത്തോടെ തോറ്റിരിക്കുമ്പോഴാണ്. വിനായകെ തോക്കണേടാ. ഒന്ന് ചുമ്മാ അതിരി ആശ്രേ. എന്റെ 30 ദൈവങ്ങളെ കൊത്തോണേ. തോറ്റോണേ എന്നെ ഒറ്റയ്ക്കാക്കില്ലടാ. ജയിച്ച് ഞാൻ ജയിച്ച്. ഒന്നുകൂടെ നോക്കടാ. നോക്കാൻ ഞാൻ ജയിച്ച്. ചതിച്ചല്ലേ? ചതിച്ചല്ലേ നീയൊക്കെ? ആശ്ര നീ ഒന്ന് സമാധാനപ്പെടാ. നമുക്ക് അടുത്ത വർഷങ്ങളിൽ എഴുതിയെടുക്കാം. നീ കഴിവുള്ളവനല്ലേ, നീ എഴുതി കിട്ടും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നീ ഈ പ്രോത്സാഹനം എനിക്ക് താ. ഞാൻ തോറ്റ് തെറിച്ച് കിടക്കുകയാണ് ഇവിടെ. ഇനിയിപ്പൊ ഞാനില്ല, നിങ്ങൾ എങ്ങനെയാടാ കേറി പോണ? പോവും. ഞാൻ പോവും. ഞാനും പോവും. അടിപൊളി ഫ്രണ്ട്സ് കേട്ടാ. ഒരു മിനിറ്റ് ചോദിക്കും. ആ മോനെ, ഫ്ലെക്സ് റെഡി ആയിട്ടുണ്ട്, കേറ്റട്ടെ. ഫസ്റ്റ് കാറിന്റെ ഫ്ലെക്സ് നിങ്ങളുടെയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടടിച്ചാ മതിയായിരുന്നു. അതെന്താടാ, നീ പിന്നെയും തോറ്റാ? ഞാൻ തോറ്റില്ല, ഞാൻ ജയിച്ച്. പിന്നെന്താടാ? അച്ഛാ അതെ, ഹാഷർ തോറ്റുപോയി. കുഴപ്പമില്ലടാ, വകുപ്പുണ്ടാക്കാം. ശരി അച്ഛാ. ഞാനും കൂടെ എഴുതിയെടുത്തിട്ട് നമുക്ക് അടുത്ത വർഷം ഒരുമിച്ച് UK പോവല്ലേ? ഓ വേണ്ട, ഞങ്ങൾ എന്തായാലും കേറിപ്പോവും. നീ എഴുതിയെടുത്ത് അങ്ങ് വന്നാ മതി. ഒരു വർഷം പോയിട്ട് ഒരു മാസം പോലും ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ നീ ഇത് എഴുതിയെടുക്കുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അതെ, ആകെ 3 വിഷയമല്ലേ പോയുള്ളൂ. അതൊരു വിഷയമാക്കേണ്ട കാര്യമുണ്ട്. ആകെ ഉള്ളത് 6 വിഷയം. അതിലൊരെണ്ണം മലയാളമായിരിക്കും. അതിപ്പോ ഞാൻ എഴുതിയാലേ A+ അടിക്കൂലേ. അതുകൊണ്ട് അത് വിട്. ബാക്കിയുള്ള 5 വിഷയത്തെ 3 എണ്ണം പൊട്ടിച്ചിട്ട് ഇന്ന് വർത്താനം പറയുന്നോടാ. എന്തൊക്കെ ബഹളായിരുന്നു അവന്റെ ഒരു ഊക്കേ പോക്ക്. എന്നിട്ട് ഊക്കേ പോയല്ലോ. നിന്റെ ഉമ്മ ഇവിടെ അരിമണി കൂട്ടണ പോലെ ഉണ്ടാക്കി വെച്ചിട്ടാ നീയൊക്കെ ഇവിടെ ജീവിക്കുന്നത്. അല്ല നിന്റെ ബാപ്പ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല ഇവിടെ നിന്ന് പോയത്. അവന്റെ ഒരു ഊക്കേ.
UK നല്ല സ്ഥലമാണ് അപ്പച്ചി. പഠിക്കുന്നതിന്റെ കൂടെ തന്നെ എനിക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാനും പറ്റും. പിന്നെ അവിടെ രാത്രി കുറവാ, പകലാ കൂടുതൽ. 18 മണിക്കൂർ പകലായിരിക്കും. അപ്പൊ എനിക്ക് കൂടുതൽ നേരം ഇരുന്ന് പഠിക്കാനും പറ്റും. ഓ 18 മണിക്കൂർ ഇരുന്ന് പഠിക്കുവോ? ആ, ഇവിടുത്തെ പകല് പഠിച്ചിട്ട് കാര്യം ഉണ്ടായില്ല. പിന്നെ അവൻ പറയുന്നത് കേട്ടിട്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്തായാലും നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതല്ലേ നല്ലതാ. അതിപ്പോ കഞ്ചാവ് കേസിൽ പിടിച്ചകത്ത് പോയാലും നാട്ടിൽ നിന്ന് മാറി നിൽക്കാം. ഈ വീട് വിറ്റിട്ടാണെങ്കിലും ഇവനെ വിടണമെന്ന് എനിക്കുണ്ട്. പക്ഷെ ഇത് വാടക വീടായി പോയില്ലേ? ഉടമസ്ഥനോട് കൂടി ചോദിക്കണ്ടേ? ഇല്ലെങ്കിൽ മോശമല്ലേ? കൈക്ക് എനിക്ക് ഇപ്പൊ തന്നെ ഒരുപാട് മിസ് ചെയ്യുന്നടാ നിന്നെ. നീ അപ്പൊ UK പോയിനെ എന്ത് ചെയ്യൂടാ? മിസ് ചെയ്യണ്ട, ഞാൻ പോവും UK. നീ എന്ത് പറഞ്ഞാലും ഞാൻ പോവും. വിനായകെ, അജിനെ, അല പോവില്ലേടാ. അല പോവും, അല പോവും. വിനായകെ, അജിനെ, അല പോവില്ലേടാ, പോവില്ലേടാ. എന്റെ പൊന്നാശിറേ, ഞാൻ എങ്ങനെയാലും UK പോവും. പോവില്ലേടാ. എനിക്ക് ഈ നാട്ടിക്കാൻ വയ്യേ. പോവില്ലേടാ. ഒരു തരി സ്നേഹം പോലും ഇല്ലേടാ. ഞാൻ പോവും UK. നീ എന്ത് പറഞ്ഞാലും ഞാൻ പോവും. കൂട്ടത്തിൽ എനിക്കല്ലേ ഇംഗ്ലീഷ് അറിയാവൂ. എന്റെ പൊന്ന് ഹാഷിറ, ഒന്ന് വെച്ചിട്ട് പോടാ. വിനായകെ, അജിനെ, അല പോവില്ലേടാ. ഹലോ ഹലോ ഹലോ. അല്ലേ എനിക്ക് വയ്യ എളിയോടെ ഒറ്റയ്ക്ക് നിൽക്കാൻ. നാട്ടുകാരെല്ലാം കൂടെ എന്നെ എടുത്തിട്ട് ഇടിക്കുക ഒളിയാ. ഞാൻ മാത്രം ഓളി എനിക്ക് കഞ്ചാവ്. വെറുതെ വെറുപ്പിക്കാതെ വെച്ചിട്ട് പോയ ഹാഷിറ. വിനായകെ പോവില്ലേ എളിയ. ഞാൻ പോവും. ഇനി ആരൊക്കെ പറഞ്ഞാലും ഞാൻ പോവും. മരിച്ചു പോയതിന്റെ വാപ്പ വന്നിട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഹാഷിറ ഞാൻ UK പോവും. എന്റെ പൊന്നാശിറ, ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ. ഒന്ന് വെച്ചിട്ട് പോടാ. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരും. കൈതട്ടി കട്ടായി പോലടാ. മനഃപൂർവ്വമല്ലല്ലോ. പോവില്ലേടാ. നീ ആ സപ്ലി എങ്ങനെയെങ്കിലും ഒന്ന് എഴുതിയിട്. പിന്നെ ഓവറായിട്ട് പഠിച്ച് ഡോക്ടറൊന്നും ആവാൻ നിക്കല്ലേ. ഓ ശരി, ഞാൻ ഡോക്ടറായിട്ട് ആദ്യം നിന്റെ അച്ഛന്റെ ചൊറി മാറ്റി കൊടുക്കാൻ. ഞാൻ ചൊറി. ശരി ശരി ശരി. മക്കളെ, UK എന്നൊക്കെ പറഞ്ഞാ കുറഞ്ഞത് 10-25,000 രൂപയെങ്കിലും ഇല്ലാതെ പോകാൻ പറ്റുമോ? 25,000 രൂപയാ? എന്തിനെനിക്ക് UK ചെന്നിട്ട് കപ്പലിന് വിട്ടായി മേടിച്ചു തന്നാനാ? എന്റെ ഉമ്മ ലക്ഷങ്ങളുടെ പരിപാടിയാണ്. എനിക്ക് ആരെങ്കിലും കടം മേടിച്ച് തന്നേ പറ്റൂ. ഞാൻ അവിടെ ചെന്ന് പലിശ അടക്കം വീട്ടിക്കോളാം. നീ എന്തോന്ന് വർത്താനല്ലേ പറയുന്നേ? ലക്ഷങ്ങൾ കടം തരാൻ നമുക്ക് ആരായിരിക്കുന്നേ? ഉമ്മുമ്മ ഇപ്പൊ എവിടെ ഉണ്ട്? ഓ എന്റെ ചുന്ദരി ഉമ്മുമ്മ എന്തിനു ഓട്ടോ വന്നാ? ഒരു ഊബറി വന്നുകൂടായിരുന്നാ? ഉമ്മറിനോട് ഞാൻ പറഞ്ഞതാ മക്കളെ, അവൻ കേക്കണ്ട്. ഉമ്മുമ്മ വാ. തള്ളേം തന്തേം വിളിച്ചില്ലെങ്കിൽ നീയെങ്കിലും എന്നെ ഓർത്തല്ലോ. UK പോകുന്ന വിവരം മോൻ വിളിച്ചു പറഞ്ഞില്ലായിരുന്നു. ഉമ്മ അറിയില്ലായിരുന്നടാ. ചുന്ദരിയുടെ ആ പഴയ ഗ്ലാമറൊക്കെ അങ്ങ് പോയി. ഒന്നും കഴിക്കുന്നില്ലേ? വാലേക്കും അസ്സലാം. എന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ആരാ? ഞാൻ UK പോയാലും ഉമ്മുമ്മ ഇവിടെ തന്നെ താമസിക്കണം. ഒരുപാട് ദിവസം താമസിക്കണം കേട്ടാ. കഞ്ചാവ് ചെറുക്കൻ്റെ ഉച്ച കയറിയോ? ഇതാണ് ഉമ്മയുടെ റൂം. എത്ര നാളെ ഞാൻ ഉമ്മച്ചിയെ കണ്ടിട്ട്. ഞാൻ ഒന്ന് സ്നേഹിക്കട്ടെ. പിന്നെ ഈ കമ്മല് പുതിയതാ? ഇത് പഴയത്. നിന്റെ ഉപ്പുള്ളപ്പോ വാങ്ങി തന്നത്. മാല പുതിയതാ. 20 സെന്റ് എഴുതി കൊടുത്തപ്പോ ഉമ്മറ് വാങ്ങി തന്നത്. അപ്പം വള 4 പഴയത്. എല്ലാം കൂടി ഒരു 7-8 പവൻ കാണുമല്ലേ സുന്ദരി? ബാക്കി എവിടെ പോയി? 23 പവനും 2.5 ഗ്രാമും. 23 പവൻ അപ്പത്തെ കൈ. വാ, ഞാൻ സുന്ദരി സ്നേഹിക്കട്ടെ. ആരാണ് ചേട്ടൻ? നിന്റെ പുഴുത്ത നാവുകൊണ്ട് എന്നെ അങ്ങനെ വിളിക്കരുത്. 14 വർഷമായി ഇവൻ ഈ വീടിന്റെ പടി ചവിട്ടിയിട്ട്. ഇപ്പൊ കേറി വന്നിരിക്കുന്നു സഹായം ചോദിച്ചോണ്ട്. നാണമില്ലാത്ത നാറി. ഈ വീട്ടിൽ കയറി പോകാരെന്ന് നിങ്ങൾ തന്നെയല്ലേ? അത് ഞാനാ പറഞ്ഞത്. ഇവനെ ഈ വീട്ടിൽ കേട്ടില്ലെന്ന് വെച്ച് ആരും ഒരു കുറ്റവും പറയത്തില്ല. മനുഷ്യന് ആവശ്യത്തിന് ഉപയോഗിക്കാനല്ലേ സ്വത്തും പണമൊക്കെ. അന്നെന്റെ ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കാശില്ലാത്തോണ്ടാ ഞാൻ വസ്തുവിന്റെ വീതം ചോദിച്ചത്. എന്നിട്ട് നിങ്ങൾ തന്നോ? അന്ന് എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ അവളിപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നേനെ. ഇന്ന് അതുപോലെ ഒരു ആവശ്യം വന്നോണ്ടാ നിങ്ങളുടെ കാല് പിടിക്കാൻ വന്നത്. എനിക്ക് ചോദിക്കാനായിട്ട് എൻ്റെ എന്ന് പറയാൻ ഇനി വേറെ ആരുമില്ല. ഈ തവണയെങ്കിലും എന്നൊന്ന് സഹായിക്കണം. ഈ കള്ളം കഞ്ചാവ് അടിച്ചെടുക്കുന്ന ചെറുക്കിന് വേണ്ടി തണ്ടാൻ നിനക്ക് നാണമില്ലടാ. ഇവനെയൊക്കെ എത്ര പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല.
അതെങ്ങനെയാ? നിന്റെ അല്ലേ വിത്ത്, എങ്ങനെ ഗുണം പിടിക്കാനാ? അതെ, കാര്യം ശരിയാണ്. നിങ്ങൾ എന്റെ ചേട്ടനാണ്. എന്നെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം, പക്ഷെ എന്റെ മോനെ പറയരുത്. അതെനിക്ക് സഹിക്കൂല. നിങ്ങളുടെ സ്വത്തും പണമൊന്നും എനിക്ക് വേണ്ട. എനിക്കുള്ളതൊക്കെ വിറ്റിട്ടാണെങ്കിലും ഞാൻ ഇവനെ കയറ്റിവിടും. നിങ്ങൾ കണ്ടോ? വാ. ഇവിടെ നിൽക്കുന്നതൊക്കെ നല്ലത് പുറത്തു പോകുന്ന തന്നെ. അതെ അതെ, പക്ഷേ ഈ പൈസയുടെ കാര്യത്തിലാണൊരു അത് നോക്കാം. നീ എവിടാ? ഞാൻ പുറത്തിറങ്ങിയതാ. എന്താ? ഇവിടെ ഒരുത്തിന് പുറത്തു പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ അച്ഛൻ അങ്ങോട്ട് കയറ്റി വിടാൻ തീരുമാനിച്ചു. ഇങ്ങോട്ടോ? എന്തിന്? ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവര് UK പോണോ? UK പോകാനുള്ള കാശ് അച്ഛനെടുത്ത് വെച്ചിട്ടുണ്ടോ? അവിടെ പെട്ടെന്ന് കയറാൻ പറ്റി എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഏർപ്പാടാക്കാം. അച്ഛാ ഞാൻ വിസ വന്ന മര്യാദക്ക് കയറിപ്പോയിക്കോളണം. ഞാനൊരുത്തൻ കഷ്ടപ്പെട്ടിട്ടാണ് ഈ കുടുംബം വഴിക്കാക്കുന്നത്. മനസ്സിലായ? സാമ്പാറോളം അങ്കിളിനെ വിളിച്ച് പറഞ്ഞോളാം. നീ ഇങ്ങോട്ടൊന്നും വരണ്ട, അവിടെ നിന്ന് പഠിച്ചാ മതി. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? നീ നോക്കിയിരുന്നു ദുബായ് എങ്കിൽ ദുബായ്. എന്തോന്നാണ് നീ ചെയ്യുന്നേ? അവന്മാര് പോകുമ്പോ എന്തെങ്കിലും കൊടുത്തിടണ്ടേ? അതുമില്ല, അവന്മാർക്ക് എന്തുണ്ടാക്കിയാലും ഭയങ്കര ഇഷ്ടം. അതിന് ഇത്ര ഉണ്ടാക്കണോ? കുറഞ്ഞത് 1 വർഷമെങ്കിലും ഇരിക്കണ്ടേ? അപ്പോഴേക്കും ഞാനങ്ങ് കയറി ചെല്ലൂലേ. ഇതിന്ന് ഓരോ കഷ്ണങ്ങൾ അവന്മാർ കഴിക്കുമ്പോഴും അവർ എന്നെ ആലോചിക്കണം. എങ്ങനെയുണ്ട്? അച്ഛനെ ഒറ്റയ്ക്കാക്കി പോകുന്നതാണ് ഒരു വിഷമം. അത് ഓർക്കുമ്പോഴാ. അല്ല, നിന്നെ ഒറ്റയ്ക്കാക്കി പോകുന്ന അതിലും വിഷമമാണ്. ഓ എടാ സത്യം. ആശ്രയ, നീ വിഷമിക്കണ്ട. നമ്മളെ സെറ്റ് ഉടനെ നിന്നെ കൊണ്ടുപോവാം. ആ എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ, നല്ലവനല്ലേ. ബ്രോ, എന്താണ് ബ്രോ? സജിൻ ബ്രോയുടെ ബ്രോ എന്ന് പറഞ്ഞാണല്ലോ നമ്മുടെ സ്വന്തം ബ്രോമാരിയാ അല്ലടാ. പുതിയ സ്ഥലം, പുതിയ ഫ്രണ്ട്സ്, ഇതൊക്കെ നമ്മുടെ ചാൻസ്. കൃഷ്ണൻകുട്ടി, ഇത് മമ്മൂക്കായ, ഇത് സുഭാഷ്, ബാബു, മൊട്ടമുട്ടി, സുശീലൻ, എല്ലാം പുതിയത്. നല്ലതിനല്ലേടാ. ബ്രോ എന്നാ കേറി വാ. അപ്പൊ നമ്മൾ വിശദമായിട്ട് വൈകുന്നേരം എല്ലാവരെയും പരിചയപ്പെടാം. ഓക്കെ? ഇപ്പൊ പോയി നീ റെസ്റ്റ് എടു. ഓക്കെ അങ്കിൾ. അങ്കിള് ഇവിടെ അങ്കിളിച്ചായിക്കൊന്നുമില്ല. ഓൺലി ബ്രോസ്. ഇവിടെ ഭയങ്കര വൈബല്ലേ. സോ കോൾ മീ ബണ്ണി ബ്രോ. അതെ, നിനക്ക് സന്ധിവാദമൊന്നുമില്ലല്ലോ? ഉണ്ടോ? ഇല്ല. ആ, വെരി ഗുഡ്. അപ്പൊ ബ്രോ ആ ഡെക്കിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറിക്കോ. ഞങ്ങൾക്കാർക്കും അത്രയും പൊക്കത്തിലേക്ക് വലിഞ്ഞു കയറാൻ പറ്റില്ല, മൊത്തം വാദമല്ലേ. അപ്പൊ നീ ഉഷാറായിട്ട് ആ ഡെക്കിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറിക്കോ. ദുരട്ടലല്ല എന്റെ പണി. പാവം പയ്യെന്ന്. ഭയങ്കര പാവം. ബ്രോ, ഞങ്ങളൊക്കെ ഇത്തിരി ലഹരി ഉപയോഗിക്കുന്ന കൂട്ടത്തിലാട്ടോ. വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടിക്കോട്ടോ. അയ്യോ, ഞാൻ അതൊന്നും ഉപയോഗിക്കാറില്ല. ഓ, നീ എന്തിനാ ചെക്കൻ നോക്കി പേടിപ്പിക്കണ? നിന്റെ വലിയേട്ടൻ കളിയൊക്കെ നീ അങ്ങ് വീട്ടിൽ വെച്ചാൽ എടാ, അവൻ ഇത്തിരിയൊക്കെ ലഹരിയൊക്കെ ഒന്ന് നോക്കിയിട്ടെ. ഒന്നുമില്ലെങ്കിൽ അവനൊരു പുരുഷനല്ലേ. ആ, പുരുഷൻ. ഓ ആ, സുശീലൻ ബ്രോ നിർത്തടാ.
പെട്ടെന്നങ്ങ് വന്നേക്കണടാ പൊന്നു മോനെ. നീ ഞങ്ങളെ മിസ് ചെയ്യോടാ. ഇവര് കൊണ വർത്തമാനം പറയില്ല, ഇനി അവിടെ ഒറ്റയ്ക്കാക്കിട്ട്. എന്റെ ഹാഷറെ നീ ഒന്ന് ടെൻഷൻ ആവാതിരിക്കേ. ഇടയ്ക്ക് നീ വീട്ടിലേക്കൊക്കെ ഒന്ന് പോണേടാ. ആ പിന്നെ എന്താടാ നീ ആശനെ എടുത്ത് പറഞ്ഞിട്ട് തന്നെ ഇറങ്ങിയത്? നീ അപ്പൊ ഇതുവരെ മിണ്ടിയില്ലേ? ആ അത് വിട് നീ. അതെ, ഈ പ്ലെയിനിൽ നിന്ന് പലതും കിട്ടും, അതൊന്നും വാങ്ങിച്ച് തിന്നാൻ നിൽക്കരുത്, വെറുതെ വയറ് കേടാവും. ഞാനൊരു 3 കുപ്പി അരിഷ്ടം ബാഗിൽ വെച്ചിട്ടുണ്ട്, അത് കഴിച്ചോളണം, വയറ് നല്ല ശുദ്ധിയാവും കേട്ടോ. പെട്ടെന്ന് വന്നേക്കണ മക്കളെ, ഡാ അച്ഛനെ കൂടി ഒന്ന് കെട്ടിപ്പിടിക്കടാ. സമയായി മോനെ, ചെല്ല്. മോനെന്തിനാ വിഷമിക്കുന്നേ? അച്ഛൻ കൂടിയില്ലേ, പോയിട്ട് വാ. എന്താടാ എടാ പെട്ടെന്ന് കേസിന് എടുത്തോണ്ട് വരുമോ? എടാ എനിക്ക് വിഷമൊന്നുമില്ലടാ. ഒരു സാധനം തരാനാ, വാടാ. എന്തു പറ്റിയടാ? അവനാ ചിലപ്പം അവന്റെ കൂളിംഗ് ഗ്ലാസോ മാലെന്തോ തരാനായിരിക്കും, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇപ്പൊ വരാം. വാടാ. അതെ ഡാളിയ, ലഗേജിന് ഭയങ്കര വെയിറ്റ്. ഇത് നീ കൊണ്ടുപോ, പെട്ടെന്ന് പിടി, ഫ്ലൈറ്റിന് സമയമായി. വിളിച്ചോളാം. പെട്ടെന്ന് പോ, പെട്ടെന്ന് പോ. ആ സ്വർണ്ണമൊന്നും ഇല്ലാതെ അങ്ങോട്ട് ചെന്നാ ഉമ്മർ എന്നെ വീട്ടിൽ കയറ്റത്തില്ല. അവനെ തിരിച്ചടിച്ച് തരുമല്ലോ അല്ലേ? പിന്നെ അവനിങ്ങ് തിരിച്ചെത്തിയ അപ്പൊ തന്നെ എടുത്തു തരും. അവൻ എന്ന് വരും? അത് ക്ലാസ് ഒക്കെ കഴിയണ്ടേ, ഒരു 4 കൊല്ലം കഴിയുമ്പോ എത്തും. ബദരീങ്ങളെ 4 കൊല്ലവോ? നല്ല തണുപ്പല്ലേ? കൊള്ളാം. രണ്ടുപേർക്ക് ഒരിടത്തായിരുന്നേ കൊള്ളായിരുന്നു. വലിയ ദൂരമൊന്നുമില്ലെന്നാ ഇവര് പറയുന്നേ. ഭാഷയാണൊരു വിഷയം. നിനക്ക് പിന്നെ ഇംഗ്ലീഷിന് B+ ഉള്ളതുകൊണ്ട് കുഴപ്പം കാണൂലല്ലേ? B+ഉം ബിയും തമ്മിൽ എന്താടാ വ്യത്യാസം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നാക്കിന്റെ ആവശ്യമൊന്നും ഇല്ല. കൈയും കാലും ഒക്കെ ഉണ്ടല്ലോ. കോക്കറി കാണിച്ചിട്ടായാലും സായിപ്പിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പൊ പിന്നെ പരീക്ഷയ്ക്ക് നീ എന്തോ ചെയ്യും? കോക്കറി വരെ ചോദിക്കോ? എടാ അതിന് നമ്മളെ ക്ലാസ്സിൽ ഫുള്ള് ഫോറിനേഴ്സ് അല്ലേ, ഇംഗ്ലീഷൊക്കെ നമ്മൾ ഈസി ആയിട്ട് പഠിക്കും. നമ്മൾ പൊളിക്കും. UK നമ്മുടെ കയ്യിലാ. സെറ്റ്. വിളിക്കേ.